Good evening, everyone. Welcome to India's first animated live tuition. Yes, എല്ലാവരും വന്നിട്ടുണ്ട്. ക്ലാസ്സിലുള്ള എല്ലാവരും വന്നു തുടങ്ങി, യൂട്യൂബിലുള്ള എല്ലാവരും വന്നു തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. വന്നു തുടങ്ങാത്തവർ കൃത്യമായിട്ട് വരിക. 7 മണിക്ക് നമ്മൾ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലുള്ളവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സസ് യൂട്യൂബിൽ ലൈവ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സും യൂട്യൂബിൽ ലൈവ് ആണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോഴും എക്സാമിന്റെ തലേദിവസം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സസ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എക്സാമിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഇത് കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യും. സോ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഫുൾ മാർക്ക് മേടിക്കണമെന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഫുൾ മാർക്സ് ഒക്കെ മേടിക്കണ്ടേ, അപ്പൊ അവർക്കൂടെ അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. പിന്നെ പകല് ഫുള്ള് നമുക്ക് സമയമുണ്ട്. സോ നമ്മൾ ഇച്ചിരി സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോയാലും എങ്ങാനും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഹായ് 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 കുറെ ഹായ് ഒക്കെ കാണുന്നുണ്ട് യൂട്യൂബില്. ഓക്കെ അപ്പൊ എങ്ങാനും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ തന്നെ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് നമുക്ക് സ്ലോ ആയിട്ടിട്ട് കാണാം. കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടൈമിലാണെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാം. നമുക്കിവിടെ നമ്മുടെ സ്വന്തം +2 സീത ടീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇടാവുന്നതാണ്. പിന്നെ എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? പഠിച്ചു തുടങ്ങിയോ? സോറി, പഠിച്ചു തീർന്നോ? 18ാമത്തെ റിവിഷൻ കഴിഞ്ഞോ? ഒരു ചിരിയൊക്കെ ഇസ, നല്ല ചിരി. എത്ര റിവിഷൻ കഴിഞ്ഞു സാ? സർവീസിനെ അൺമ്യൂട്ട് ചെയ്യും. അത് ശരി, അൺമ്യൂട്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. യെസ് മോളെ ഈസ, ഒറ്റ സെക്കൻഡേ. സിബിൻ സാർ എല്ലാം മറന്നുപോയോ? യെസ് പറഞ്ഞോ മോളെ ഈസ. ഇപ്പൊ പിന്നെ രാവിലെ അത് കേട്ടോ, നീ കൃതാർത്ഥി 2ാമത്തെ റിവിഷൻ കഴിഞ്ഞു. ഓക്കെ സെറ്റ്. ഫുൾ മാർക്സ് ആണോ +1 എക്സാമിന്? ഞാൻ മേടിക്കൂന്ന് പറ. കളഞ്ഞ്. യെസ് മേടിക്കാം. ഓക്കെ, അത് കേട്ടാ മതി. യെസ്, ആഷ്നെ കണ്ടറിയാം ഫുൾ മാർക്സ് ഉറപ്പിച്ചിട്ടിരിക്കുന്നത്. ആഷ്ന ഇങ്ങനെ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക. നമ്മൾ എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്തൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം ഓർത്തോർത്ത് തലയിൽ വെച്ചിരിക്കുക. ആ ഒരു ഇരുത്തിരിക്കുകയാണ്. എല്ലാം സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇന്ന് എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് കാണാം. ഓക്കെ, നമ്മള് ഇത്രയും ദിവസം നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് കണ്ടത്. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി നമ്മൾ കാണാൻ പോവുകയാണ്. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം, എന്താണ് തന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് പഠിച്ചിട്ട് വരണം. യെസ്, എന്നിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനു മുൻപ് ഒന്നും കാണുന്നില്ല, ഏതാണ്ട് ഉണ്ടായിരുന്നല്ലോ. യെസ്, പേടിച്ചു സർ, പേരുന്നാളും അഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുക. ഓക്കെ, ഇത് നമ്മുടെ ഇതെന്താ നോക്കുന്നു ദൈവമേ, ലിസ്റ്റ്. ഓക്കെ, യെസ് നിങ്ങൾക്ക് എന്തോ കമന്റ് ബോക്സിൽ എന്തോ വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലൈവ് ക്ലാസ് ആണ്. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്, അത് ലൈവ് അല്ല, അത് നമുക്ക് വർത്താൻ പറയാം. ഓക്കെ, സോ യെസ്, ഇതെന്താണ് നമ്മുടെ 14 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ. 16 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സ് നമ്മളെ വിട്ട് വേർതിരിഞ്ഞു പോയി. പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം 14 ചാപ്റ്റേഴ്സ് ആണ്. സോ 14 ചാപ്റ്റേഴ്സിനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? യെസ് എല്ലാവർക്കും ഹായ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി എത്രത്തോളം പഠിക്കാനുണ്ടെന്ന് അറിയാം. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് കാണാം. ഇത് ഈ വർഷത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നോക്കിക്കേ, കുറെ 7 കാണുന്നുണ്ടല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് 7 മാർക്ക് ഷുവർ. സെക്കൻഡ് ചാപ്റ്റർ സെറ്റ്സ് 7 മാർക്ക് ഷുവർ. പിന്നെ അവിടെ 7 വന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് 7 മാർക്ക് ഷുവർ. പിന്നെ ഇവിടെ കോണിക് സെക്ഷൻ 7 മാർക്ക് ഷുവർ. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി 7 മാർക്ക്. പിന്നെ ഒരു സാധനം ഇവിടെ കാണാല്ലേ, നോക്കിക്കേ. ഒന്നും കാണുന്നില്ല, ആവുന്നല്ലോ. യെസ്, ചാപ്റ്റർ 13 ആണ്. ഇറ്റ്സ് നോട്ട് 12, സീരിയൽ നമ്പർ ആണ്. ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനാണ് 9 മാർക്സ്. ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റർ ഇതാണ്. ബട്ട് നിങ്ങൾക്ക് അറിയാം കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹായ് അഖില സജിത്ത്, കണ്ടു കേട്ടോ. ഓക്കെ, സോ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ആണ്. ഈ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പഠിച്ച് മതിയായില്ല എന്ന് ആഗ്രഹമുള്ളവർക്കും, പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചവർക്കും പഠിക്കാൻ വേണ്ട ചാപ്റ്റർ ആണ്.
ആസ് വെൽ പിന്നെന്താ +2 ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ചാപ്റ്റർ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു +2 ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി സീത ടീച്ചർ ഇവിടെ പഠിപ്പിച്ച് തഴക്കവും പഴക്കവും വന്നിരിക്കുന്നതാണ്. അല്ല, അടുത്ത വർഷം നിങ്ങൾ സീത ടീച്ചർ അല്ല. ഓക്കെ, യെസ്. സോ എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തറവായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ലീനിയർ ഇൻഇക്വാലിറ്റീസ് 3 മാർക്സ് ആൻഡ് 1 more ഇൻട്രൊഡക്ഷൻ ടു 3 dimensional geometry 3 മാർക്സ്. അയ്യോ 3 മാർക്കേ ഉള്ളൂ, ഇത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ, 3 മാർക്കും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചാൽ ഈ 3 മാർക്കിന് വേണ്ടി മെനക്കെടുന്ന സമയം ഒരു 3 മിനിറ്റ് പോലും വേണ്ടാത്ത ചാപ്റ്റേഴ്സ് ആണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു 3 dimensional geometry. സോ ഈ 2 ചാപ്റ്റേഴ്സ് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഓക്കെ, അഖില ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീന ട്രോഫി ഓക്കെ, യെസ്. ഇത് ഞാൻ വായിക്കുന്ന യൂട്യൂബ് കമന്റ് എടുത്ത് വായിച്ചതാണ്. ഓക്കെ, ഇനി ക്ലാസ്സിലുള്ള പിള്ളേർ ഇതെവിടെ നിന്ന് വായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. കുറെ 4ഉം 6ഉം ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സ് ഈസിയാണ്. നമ്മുടെ 90+ലെ ക്ലാസ്സസ് മിസ്സാകാതെ, എല്ലാ ക്ലാസ്സസും മിസ്സാകാതെ പ്രോപ്പർ ആയിട്ട് നോട്ട്സ് എഴുതി ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് എല്ലാ ചാപ്റ്റേഴ്സും എളുപ്പമാണ്. സോ ഇനി ഫോർ ഔട്ട്സൈഡേഴ്സ് അല്ല, for the students who are not learning from 90+, ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് പിന്നെന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് സെറ്റ്സ്, പിന്നെ ലീനിയർ ഇൻഇക്വാലിറ്റീസ്, ബൈനോമിയൽ തിയറം ഒക്കെ എന്റെ ദൈവമേ 4 മാർക്ക് ഒന്നുമില്ല, ആകെ 2 ഇക്വേഷൻ. ബൈനോമിയൽ തിയറം, പിന്നെന്താ ഉള്ളത്, ഇൻട്രൊഡക്ഷൻ ടു 3 dimensional geometry, പ്രോബബിലിറ്റി. ഈ 5 ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാത്തവർക്ക് വരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് ഈ 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ അത്രയും നിങ്ങളെ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഇനി പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നടക്കില്ല. സോ ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ പരസ്യം. ഇനി വി ആർ ഗോയിങ് ടു നിങ്ങൾ തമ്മിൽ കണ്ടായിരുന്നു, യെസ്, യൂട്യൂബില് തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 14 ചാപ്റ്റേഴ്സ് 41 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 14 തിരിച്ചിട്ട് 41 ഒക്കെയാണ് കേട്ടോ, ഐഡിയ കണ്ടുകയെന്ന് അറിയത്തില്ല, ബട്ട് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. യെസ്, 14 ചാപ്റ്റേഴ്സിൽ നിന്ന് മൊത്തം 41 ക്വസ്റ്റ്യൻസ് ഫോർ യു ടു സ്കോർ 100 on 100. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സർ എല്ലാ ക്വസ്റ്റ്യനും കുറച്ച് പ്ലേസിൽ കൊടുത്തിട്ടു. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മള് കുറച്ച് ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്താണ് ചോദിക്കുന്നത്. ഓക്കെ, മിക്സ് ചെയ്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, അല്ലാതെ ചാപ്റ്റർ വൈസ് അല്ല, ഓർഡറിലല്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, മനസ്സുകൊണ്ട് വായിച്ചാണോ, മനസ്സിൽ വായിച്ചതാണോ? ഓക്കെ, വായിച്ചിട്ട് എന്ത് മനസ്സിലായി? മൊത്തം വായിക്കണ്ട, എ പാർട്ട് മാത്രം വായിച്ചാൽ മതി. Okay, so find the angle between the x-axis and the line joining the points ordered pair 3, -1 and ordered pair 4, -2. Oh, okay, Hafida, okay. Okay, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ ബിറ്റ്വീൻ x-axis ഓടിച്ചു വിടുന്ന ജസ്റ്റ് ഇക്വേഷൻ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുള്ളൂ. ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. Okay, find the angle between x-axis and line joining the points ordered pair 3, -1 and 4, -2. നമ്മൾ ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ, 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ്. യെസ്, ചില പ്രത്യേക സാഹചര്യത്തിൽ പഠിപ്പിക്കും മിസ് ക്രിസ്റ്റീന. ഓക്കെ, അപ്പോൾ ഫൈൻഡ് സോറി യെസ്, അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത്, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യുന്ന ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് ലൈനും ആംഗിളും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താ അറിയാവുന്നത്? യെസ്, ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ ഇസ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. y2 മൈനസ് when 2 points are given, 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? y2 minus y1 divided by x2 minus x1. ഞാൻ പറഞ്ഞിട്ടുണ്ട് y by x ഫോമിലാണ് ഓൾവേസ് സ്ലോപ്പ് എപ്പോഴും y by x ഫോമിലാണ്. y2 minus y1 by x2 minus x1. ഇവിടെ x1 y1 ന്റെ സ്ഥാനത്ത് എന്താ 3, -1
ആൻഡ് x2 y2ന്റെ സ്ഥാനത്ത് 4, -2 തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. ഡിവൈഡഡ് ബൈ x2 minus x1. So എന്ത് വരും? -2 minus -1, -2 plus 1, -2 plus 1 is -1 divided by 4 minus 3 is 1. So -1 is what? M is equal to -1. M എന്താ? M is tan theta. So tan theta എന്ന് പറയുന്നത് ഈ theta എന്താ? Theta is the angle. Yes sir, please write it on the line. Yes, thank you so much. Write കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഓർത്തേ. Okay, theta എന്ന് പറയുന്നത് എന്താ? നമ്മൾ എപ്പോഴും തീറ്റ എടുക്കുന്ന എവിടുന്നാ? തീറ്റ എടുക്കുന്ന അടുക്കളയെന്നോ? എന്റെ പിള്ളേരെ, theta is taken from the positive direction of x-axis measured anti-clockwise. എന്താ anti-clockwise? ഇങ്ങോട്ടുള്ളതൊക്കെ anti-clockwise, ഇങ്ങോട്ടുള്ളതൊക്കെ clockwise. So clockwise പോകുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ന് പഠിച്ചതാ. anti-clockwise പോകുന്നതായിരിക്കും ആന്റി ക്ലോക്ക്വൈസ് പോകുന്നതായിരിക്കും എന്ത്? പോസിറ്റീവ് ആംഗിൾ. സോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും നമ്മൾ ഒരു ലൈൻ ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്നില്ല, ഒരു ലൈനിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്നും ഉള്ള ആംഗിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. അപ്പൊ നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇത് ചെയ്യാൻ തന്നെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ തന്നെ പല കാര്യങ്ങളും. നമുക്കൊരു കാര്യം അറിയാം. ഫസ്റ്റ് മെത്തേഡ് ഒരു കാര്യം നമുക്കറിയാവുന്നത് എന്താ? ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ എന്റെ സംശയത്തോട് നോക്കാതെ. അതെ, യെസ്, ടാൻ 45 ഡിഗ്രി ഇസ് 1. അപ്പൊ നമുക്ക് ഇവിടെ -1 ഉള്ളത്. നമുക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു tan 45 എന്ന് എഴുതാം. 1ന് പകരം tan 45 ഡിഗ്രി എന്ന് എഴുതാം. sin 45 divided by cos 45, 1/√2 divided by 1/√2, it is 1. ഓക്കെ, ഇത് അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ടാനും പോയി. തീറ്റ ഇസ് ഈക്വൽ ടു -45 ഡിഗ്രി. ഇനി ആംഗിൾ ബിറ്റ്വീൻ, നമ്മളോട് എന്താ ചോദിച്ചേ? ആംഗിൾ ബിറ്റ്വീൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലൈൻ പോയിരിക്കുന്ന വഴി, മറ്റാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വഴികളിലൂടെ ആ ലൈൻ സഞ്ചരിച്ചു. ലൈൻ പോയിരിക്കുന്ന വഴി ഈസ് -45 ഡിഗ്രി. എന്തുകൊണ്ടാ -45 ഡിഗ്രി? -45 ഡിഗ്രി എന്ന് കിട്ടിയത് കൊണ്ട് -45 ഡിഗ്രി. കൂടുതലൊന്നും ചോദിക്കരുതെന്ന്. യെസ്, അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് താഴോട്ടാ നമ്മൾ എങ്ങോട്ടാ മെഷർ ചെയ്യുന്നേ? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണോ? ചോദിച്ചിരിക്കുന്ന ഏത് ആംഗിളാ? ഈ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ലൈനിന്റെ ഇത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് എത്ര ആംഗിള്? ടോട്ടൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി ആണല്ലോ. 180 ഡിഗ്രി ആണ് ടോട്ടൽ ലീനിയർ പെയർ. ഒരു ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഐ ഹാവ് ഗോൺ ടു ദ ക്ലാസ് 6 ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വന്നല്ലേ. ഓക്കെ, ഒരു ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ലീനിയർ പെയർ ഉണ്ടാവും. ലീനിയർ പെയർ എങ്ങനെ ഉണ്ടാവുന്നേ? ഈ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് ഇസ് 180 ഡിഗ്രി. നമുക്ക് ഈ ആംഗിളിനെ നമുക്ക് എത്രയാ തന്നിട്ടുള്ളത്? 45 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കത്തില്ലേ? ഈ ആംഗിൾ എന്തിനാ കണ്ടുപിടിക്കുന്നേ? ഈ ആംഗിൾ ആണ് ചോദിച്ച സാധനം കണ്ടുപിടിക്കാതെ പിന്നെ അവിടെ പോനാ. യെസ്, ഈ ആംഗിൾ ആണ് വേണ്ടത്. ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് ദ ഗിവൺ പോയിന്റ്സ് ആൻഡ് ദി എക്സ് ആക്സിസ്. സോ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? ടോട്ടൽ 180 ആണെങ്കിൽ 180 minus 45 which is equal to 135 ഡിഗ്രി. ദിസ് ഈസ് വൺ മെത്തേഡ്. ഇത് ഒന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിലുള്ള കാര്യം എന്ന് പറയുന്നത്, യെസ്, നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ദാറ്റ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് tan theta is equal to -1 എന്ന് കിട്ടി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1 is equal to minus tan theta. മൈനസിനെ ഇപ്പുറത്തോട്ട് എടുത്തു. 1 is equal to -1 is equal to minus tan theta ഇപ്പുറത്തോട്ട് എടുത്തു. ഇനി ഒരു റിസൾട്ട് ആണ്. ആ റിസൾട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് പഠിച്ച സാധനമാണ്.
tan of 180 minus theta is equal to minus tan theta. ഈ ഇക്വേഷൻ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. നമുക്ക് tan of 180 minus theta വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൈനസ് tan theta ആക്കാൻ അറിയാല്ലേ ASTC പൈസ റൂൾ വെച്ചിട്ട്. ഓക്കെ, സോ ഇതിന്റെ റിവേഴ്സ് ആണ് ഇത്. മൈനസ് tan theta is equal to tan of 180 minus theta. ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലമാണ്, വിഷമിക്കണ്ട. ഓക്കെ, ഇതിന്റെ റിവേഴ്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 is equal to tan of 180 minus theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is 1? Tan 45 is equal to tan of 180 minus theta. ഇതാണ് algebraically സോൾവ് ചെയ്യുന്ന രീതി. ടാനും ടാനും പോയി എന്ത് ചെയ്തു? ടാൻ ഇൻവേഴ്സ് എടുത്തപ്പോഴാണ് ടാനും ടാനും പോയി. ചുമ്മാ ടാനും ടാനും വെട്ടിക്കളക്കില്ല കേട്ടോ. ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴാണ് +2 യെസ്, ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം. ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴാണ് ടാനും ടാനും വെട്ടിപ്പോകുന്നത്. ചുമ്മാ ടാൻ അങ്ങനെ വെട്ടിക്കളയത്തില്ല. ഓക്കെ, 45 degree is equal to 180 minus theta and we get theta is equal to 180 minus 45 which is again equal to 135 degree. ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ മുമ്പേ പറഞ്ഞ സംഭവം ഫസ്റ്റ് മെത്തേഡ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ക്ലാസ് പഠിപ്പിച്ചത്. 180 minus 45 degree കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ലീനിയർ പെയർ ആക്കി വരച്ചിട്ട് നമുക്ക് എപ്പോഴും എക്സ് ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ നിന്നും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന ആംഗിൾ ആണ് വേണ്ടത്. സോ നെഗറ്റീവ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 180 മൈനസ് ദാറ്റ് ആംഗിൾ ചെയ്യുക. ഓക്കെ, 180 മൈനസ് ജസ്റ്റ് ദാറ്റ് വാല്യൂ, 180 മൈനസ് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് 135 ഡിഗ്രി കിട്ടും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. സന്തോഷം. And passing through the point ordered pair 1, 2. Write the slope of the line. Slope of the line m is equal to tan theta. Same equation. Tan theta is equal to എന്താ തന്നിരിക്കുന്നത്? ഒരു പോയിന്റ് ഒക്കെ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കില്ല. അപ്പൊ tan theta എത്രയാ? Tan theta is equal to tan 45 degree which is equal to 1. ഇതാണ് സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് is tan theta which is equal to tan 45 degree which is 1. നോക്കിക്കേ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ നിന്നും 45 ഡിഗ്രി എടുത്തോണ്ടാണ്. ഇനി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിൽ നിന്നും ആണെങ്കിലോ? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിൽ നിന്നുമാണ് ഒരു 45 ഡിഗ്രി എടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും? വൈ ആക്സിസിൽ നിന്നും 45, ഇന്നലെ നമ്മൾ കണ്ടതാ. വൈ ആക്സിസിൽ നിന്നുമാണ് 45 ഡിഗ്രി എടുക്കുന്നെങ്കിൽ +90. നമ്മൾ ഓൾവേസ് വി സ്റ്റാർട്ട് അവർ ആംഗിൾ ഫ്രം പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. സോ +90 കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 90 + 45 135 ഡിഗ്രി, അല്ലെങ്കിൽ tan of 90 + 45 സോൾവ് ചെയ്യുക യൂസിങ് ASTC ആൻഡ് പൈസ റൂൾ. സോൾവ് ചെയ്തിട്ട് find the answer. Always our angle starts from the positive direction of x axis measured in anti-clockwise direction. Okay, so slope used. Slope m is equal to tan theta which is tan 45 degree which is 1. Second question, write the equation of the straight line. Equation of the straight line. Slope ഉണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് തന്നു, സ്ലോപ്പ് തന്നു, പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ it is point slope form. m is equal to y minus y naught by x minus x naught. Always m is equal to y by x, which implies m1 ആണ്. 1 is equal to y minus y naught എത്രയാ? 2 divided by x minus x naught എത്രയാ? 1. എക്സും വൈയും എപ്പോഴും വേരിയബിൾ ആ. എക്സിനെ വൈനെ തൊട്ട് കളിക്കരുത്. പിന്നെ x0 y0, x1 y1, x2 y2 ഇവിടെയൊക്കെയാണ് നമ്മൾ കൊണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്. സോ തന്നിരിക്കുന്ന y വാല്യൂ x വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ വി ഗെറ്റ് x minus 1 is equal to y minus 2. And on writing the equation in standard form, always we should write the equation standard form. X minus y plus 1 is equal to 0 is the equation of the straight line. And this is the answer. That's it. Okay. Next question. Yes. Which of the following is equal to? Yes. Which of the following is equal to set of all x such that x belongs to R minus 4 less than x less than or equal to 5? From the first chapter. First chapter, open interval and closed interval. Less than ആണെങ്കിൽ open interval. Less than ആണെങ്കിൽ open interval. Less than or equal to ആണെങ്കിൽ it is closed interval. So ഏതാണ് answer? കാണുന്നില്ല. Yes. Less than ആണെങ്കിൽ open interval. Less than or equal to ആണെങ്കിൽ closed interval. First option പോയി കടക്കുക. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഓപ്ഷൻ ഇല്ലെന്ന്. Yes. First option. Let u is equal to, ഇത് ചെയ്യണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? Let u is equal to set 1 2 3 4 5 6 7 8. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. A കോംപ്ലിമെന്റ് ആൻഡ് B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് ആൻഡ് B കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതുമായത് ഏതൊക്കെയാ പറഞ്ഞുതരാം. 1 2 ഉണ്ട്, 3 4 ഉണ്ട്, 5 6 ഉണ്ട്, 7. So this is A complement. എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റ്. ഓൾവേസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ കമ്പയർ വിത്ത് യൂണിവേഴ്സൽ സെറ്റ്. In this chapter and
പ്രോബബിലിറ്റിയിൽ എന്തായിരിക്കും സാമ്പിൾ സ്പേസിൽ നിന്നാണ് കമ്പയർ ചെയ്യേണ്ടത് ഫോർ കോംപ്ലിമെന്റ് 1 മൈനസ് സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി ആണ് 1 സോ 1 മൈനസ് പി ഓഫ് എ ആയിരിക്കും എ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി ദാറ്റ്സ് ഫ്രം ദ ചാപ്റ്റർ 16 ഓക്കെ ഫൈൻ സോ ഇനി ബി കോംപ്ലിമെന്റ് 2 4 8 അല്ലാതെ ബാക്കിയെല്ലാം 1 3 5 6 7 ഇതാണ് ബി കോംപ്ലിമെന്റ് ഇനി എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വാട്ട് ഇസ് എ യൂണിയൻ ബി എയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും 2 4 6 8 അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എ കോംപ്ലിമെന്റ് എന്തായിരിക്കും എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് ഏത് തന്നെയാണ് കിട്ടുന്നത് സോ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 2 4 6 8 itself sorry whole complement is equal to a complement itself last one a union b whole complement is equal to a complement intersection b complement with this de Morgan's law and you know how to prove this okay verify ചെയ്യുക a complement കണ്ടുപിടിക്കുക b complement കണ്ടുപിടിക്കുക രണ്ടിനും കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് and we have already found a union b whole complement so substitute the values and verify ഒന്നും കാണുന്നില്ലേ yes one card is drawn at random from a pack of 52 playing cards ഈ കാർഡ്സിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ രണ്ട് കാര്യം മനസ്സിൽ വരുന്നത് ഐ മീൻ രണ്ട് ചാപ്റ്റർ മനസ്സിൽ വരുന്നത് ഇത് പെർമ്യൂട്ടേഷന്റെ ചാപ്റ്ററിൽ നിന്നാണോ പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിൽ നിന്നാണോ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എന്ന് ചോദിച്ചാലാണ് പ്രോബബിലിറ്റിയുടെ ചാപ്റ്റർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫ്രം ദ ചാപ്റ്റർ പ്രോബബിലിറ്റി ചോദിച്ചാൽ മാത്രം പ്രോബബിലിറ്റി എഴുതാൻ മതി ചോദിച്ചിട്ടില്ലെങ്കിൽ എഴുതണ്ട അതാണ് വ്യത്യാസം ബേസിക് വ്യത്യാസം one card is drawn at random from a pack of 52 playing cards എടുത്തോ അവർക്ക് മനുഷ്യന് ഇഷ്ടമാണല്ലോ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് വിളിക്കുക എന്നുള്ള ആഗ്രഹമാണ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓക്കെ അപ്പൊ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് സമാധാനം ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് അപ്പൊ ഏതൊക്കെ കാർഡ്സ് ഉള്ളത് 52 പ്ലേയിങ് കാർഡ്സിൽ there are 26 black cards 26 red cards out of this 26 ഏതൊക്കെ സ്യൂട്ടാ ഉള്ളത് യെസ് ക്ലബ്സ് ഹാർട്ട്സ് സ്പേഡ്സ് ആൻഡ് ഡയമണ്ട്സ് ഈ 4 സ്യൂട്ടാണുള്ളത് ഈച്ച് കണ്ടെയ്നിങ് 13 cards with a king queen jack ace card and numbers from 2 to 9 ഇത്രയാണ് 52 pack of 52 playing cards ലുള്ള elements അല്ലേ അത് ഇതൊക്കെ തന്നെയാ യെസ് ഹായ് ആൻ മാർഗ്രറ്റ് ഓക്കെ യെസ് ആൻമ സമ്മതിക്കില്ല ഹായ് ആൻമതി ഒന്നുമില്ല കേട്ടോ ഒരു ഹായ് തരാൻ ചോദിച്ചാ ഓക്കെ അപ്പൊ നമുക്ക് ബ്ലാക്ക് കാർഡാണ് വേണ്ടത് ടോട്ടൽ ഔട്ട് ഓഫ് 52 cards ഒരു ബ്ലാക്ക് കാർഡ് നമ്മൾ എടുത്ത കാർഡ് ഒരു ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് സോ ദാറ്റ്സ് ദ പ്രോബബിലിറ്റി ഇനി ഇക്വേഷൻ വെച്ചിട്ട് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ആയിട്ടുള്ള എന്താ ഒരു ബ്ലാക്ക് കാർഡ് എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട് 26 ബ്ലാക്ക് കാർഡ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ് 52 അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എക്സാം എഴുതി എക്സാമില് ടോട്ടലിൽ എത്ര കിട്ടി എത്ര ശതമാനം അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ശതമാനം ഇസ് ഇൻറ്റു 100 പ്രോബബിലിറ്റി ഇൻറ്റു 100 ആണ് പെർസെന്റേജ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒരു കാൽ മാർക്ക് കൊണ്ടേ കളയണ്ട സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് ഇൻ ദ ഷോർട്ടസ്റ്റ് ഫോം വിച്ച് ഇസ് 1/2 കോമൺ ഫാക്ടേഴ്സ് ഒക്കെ വെട്ടി കളയാം 1/2 കാർഡ് ഡ്രോൺ ഈസ് എ ഫേസ് കാർഡ് ഹൗ മെനി ഫേസ് കാർഡ്സ് ആർ ദേർ ഫേസ് കാർഡ്സ് മുഖമുള്ള കാർഡ്സ് എത്രയാ കിങ് ക്വീൻ ജാക്ക് 3 പേർക്കേ മുഖമുള്ളൂ വേറെ ആർക്കെങ്കിലും മുഖമുണ്ടോ ഇല്ല നിങ്ങൾക്ക് മുഖമുണ്ടോ അവിടെ ഇരുന്നോട്ടെ ഓക്കെ കിങ് ക്വീൻ ജാക്ക് ഇത് ആരിലൊക്കെ ഉണ്ട് ക്ലബ്സിലുണ്ട് ഹാർട്സിലുണ്ട് പിന്നെ ആരൊക്കെ ആയിരുന്നു ഡയമണ്ട്സിലുണ്ട് സ്പേഡ്സിലുണ്ട് ഈ 4 എണ്ണത്തിലും എന്തുണ്ട് 3 ഫേസ് കാർഡ്സ് വീതം ഉണ്ട് അപ്പൊ എത്ര എണ്ണം ഉണ്ട് 3+3+3+3 12 ഫേസ് കാർഡ്സ് ഉണ്ട് അപ്പം 12 ഫേസ് കാർഡ്സ് ഔട്ട് ഓഫ് 52 ഫേസ് കാർഡ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡയറക്ട്ലി നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ് 12 ഫേസ് കാർഡ്സ് ബൈ ദ വേ ഇത് എഴുതുമ്പോൾ ഇക്വേഷനോട് എഴുതുക പ്രോബബിലിറ്റി ഓഫ് occurring an event പ്രോബബിലിറ്റി ഓഫ് getting a black card number of favorable outcomes divided by total number of outcomes എന്നുള്ള ഇക്വേഷൻ എഴുതി given data എഴുതി ഇക്വേഷൻ എഴുതിയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ ഐ തിങ്ക് യു നോ ദ റൂൾ ഓക്കെ അങ്ങനെ ചെയ്തിട്ട് എഴുതാവുള്ളൂ ഓക്കെ എന്താണ് കാർഡ് ഡ്രോൺ ഇസ് എ ഫേസ് കാർഡ് സോ 12 ഫേസ് കാർഡ്സ് ഉണ്ട് ടോട്ടൽ ഔട്ട് ഓഫ് 52 കാർഡ്സ് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും പിള്ളേരെ 6/26 പിന്നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3/13 is the answer okay the card drawn is a black face card so black face cards എത്ര എണ്ണം ഉണ്ട് നമ്മൾ കുറെ കാര്യം പറഞ്ഞു അതിൽ ഏതാ പറയണ്ടേ യെസ് ബ്ലാക്ക് ഫേസ് കാർഡ് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് 26 റെഡ് കാർഡ്സ് ഉണ്ട് സോ ബ്ലാക്ക് കാർഡ്സ് ഏതൊക്കെയായിരുന്നു യെസ് സ്പേഡ്സും ക്ലബ്സും ഇത് രണ്ടുമാണ് നമ്മുടെ ബ്ലാക്ക് കാർഡ്സ് ആയിട്ടുള്ളത് യെസ് സ്പേഡ്സും ക്ലബ്സും അതെ ആ 2 കാർഡ്സ് ആണ് ബ്ലാക്ക് കാർഡ്സ് ആയിട്ടുള്ളത് അതിൽ ഫേസ് കാർഡ്സ് ഏതൊക്കെയാ സമ്മതിക്കത്തില്ലല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ അതില് പോയി എല്ലാം പോയി ഓക്കെ അപ്പം ബ്ലാക്ക് കാർഡ്സില് ഫേസ് കാർഡ്സ് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ സ്പേഡ്സിലും ക്ലബ്സിലും
3 ഫേസ് കാർഡ്സ് വീതമുണ്ട്. സ്പേഡ്സിൽ കിങ് ക്വീൻ ജാക്ക് ആൻഡ് ക്ലബ്സിൽ കിങ് ക്വീൻ ജാക്ക്. എത്ര പേരായി? 3 + 3 = 6 ഫേസ് കാർഡ്സ് ആണ് ഉള്ളത്. ഔട്ട് ഓഫ് 52 ഫേസ് കാർഡ്സിൽ 6 ഫേസ് കാർഡ്സ് ആണ് ഉള്ളത് ബ്ലാക്ക് ഫേസ് കാർഡ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി എന്ത് കിട്ടും? 3/26 is the answer. Okay പറഞ്ഞപ്പോൾ ഒന്നും കാണില്ല. So the next question, find the value of cos 15 degree. Silly question. cos 15 degree നിങ്ങൾക്ക് അറിയാവോ? യെസ്, cos 15 degree ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഫോഗാണ് ക്വിസ്. യെസ്, 15 ഡിഗ്രിയുടെ വാല്യൂ, cos 15ന്റെ വാല്യൂ അറിയത്തില്ല. നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, കൂടിപ്പോയ 180 ഡിഗ്രി. അത് +2 പഠിച്ചാൽ മതി. സീറോ ടീച്ചർ പഠിപ്പിക്കും, അല്ല വേറെ സാറ് പഠിപ്പിക്കും. യെസ്, 0, 30, 45, 60, 90 ഇതിന്റെയൊക്കെ കോസ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്തസ്സായിട്ട് പറയും. 15 ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയത്തില്ല. അറിയണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? 15നെ 45 - 30 എന്ന് എഴുതാലോ. cos of 15 = 45 - 30. അറിയാം, 45 അറിയാം, 30 അറിയാം. അല്ല ചുമ്മാ രണ്ട് ആംഗിൾ എടുക്കുകയല്ല, ഈ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ടേംസിൽ എഴുതാവുള്ളൂ. ബിറ്റ്വീൻ 0 to 90 ഡിഗ്രി ഏതെങ്കിലും ഒരു ആംഗിളിന്റെ വാല്യൂസിൽ എഴുതുക. സോ 45 അറിയാം, cos 45 അറിയാം, cos 30 അറിയാം. ഡയറക്ട്ലി കൊണ്ടേ 45നും 30യുടെ വാല്യൂ അവസാനം ലാസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വല്ലതും പറയും. What should we do? Cos of a minus b. What is cos of a minus b? Cos a cos b plus sin a sin b. Again what I am saying is ഏതൊക്കെയാ പഠിക്കേണ്ടത്? sin of a plus b, sin of a minus b, cos of a plus b, cos of a minus b. ഈ സെറ്റ് sin c plus sin d, ഇതിപ്പോ 1000ാമത്തെ തവണ ഞാൻ പറയുന്നത്, എന്നാലും കേട്ടോ. sin c plus sin d, sin c, ഹായ് അയണ മാത്യു. യെസ്, sin c plus sin d, sin c minus sin d, cos c plus cos d, cos c minus cos d. ഈ ഒരു സെറ്റ്. പിന്നെ അതാ പഠിക്കണ്ടേ? sin 2x, cos 2x, tan of x plus y, tan of x minus y, tan 2x. ജസ്റ്റ് ദാറ്റ്. ട്രിഗ്നോമെട്രിന്ന് ബാക്കി ഒന്നും വൈകിട്ട് പഠിക്കണ്ട. ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ അതിന് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ആംഗിൾസും tan of pi - x, sin of pi - x, sin of 2pi - x, sin of 3pi/2 - x, cosec of 5pi/2 - x എല്ലാത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് STC പൈസ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതൊന്നും പഠിക്കണ്ട, ഈ പറഞ്ഞ 3 സെറ്റ് വൃത്തിക്ക് പഠിക്കുക. സോ cos of a minus b, cos a cos b plus sin a sin b. Substitute the values. cos a cos b plus sin a sin b. sin b എത്ര വരും? cos 45 1/√2. cos 30 is എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. ആരെ തിരിച്ചെഴുതണം? 0, 1/2, 1/√2, √3/2, 1. ഇതാർക്കാ? സൈന്. കോസ് ആകുമ്പോ എന്താവും? ഈ എഴുതിയേക്കുന്ന അതേ സാധനങ്ങൾ തിരിച്ചെഴുതുക. 1, √3/2, 1/√2, 1/2, 0. നേരെ റിവേഴ്സിൽ എഴുതിയാൽ മതി. സൈന്റെ നേരെ റിവേഴ്സ് ആണ് കോസ്. ഇനി ടാൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? sin by cos 0/1, 0, 1/2/√3/2, 1/√3, 1/√2/1/√2, 1, √3/2/1/2, √3, 1/0, ഇൻഫിനിറ്റി. മെയിൻ ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. എന്താ? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതിന്റെ വേറൊരു വേർഷനാ എന്ത്? വേറൊരു വേർഷനാ എന്ത്? 30 ഡിഗ്രി is pi/6, 45 degree is pi/4, 60 degree is pi/3, 90 degree is pi/2. 0 degree is 0 radian itself. This is the radian measure, the other one is the degree measure. So these are the values. ഇനി ഇതിനെല്ലാം റിവേഴ്സ് ആയിരിക്കും cosec secant. സൈന്റെ റിവേഴ്സ് 1/sin വാല്യൂ ആണ് cosec, 1/cosന്റെ വാല്യൂ ആണ് sec, and 1/tan വാല്യൂ ആണ് cot. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, അവിടെ വന്നോട്ടെ. സോ cos 30 എന്ത് വരും? cos 30 is same as sin 60. നോക്കിയേ, cos 30 ഇവിടെ പോയി. യെസ്, sin 60 സെയിം ആണ് √3/2 plus sin 45. ഇതുപോലെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. sin 45 is 1/√2, sin 30 is 1/2. എന്ത് ചെയ്യും ടീച്ചറേ? 2 into √2 സെയിം ആണ്. 2 into √2 denominator is same. So √3 plus 1 divided by 2√2 is the answer for cos. അയ്യോ, എല്ലാവരും എഴുതുക. ഈ എന്റെ പേരും കൊണ്ട് ഞാൻ തന്നെ തോറ്റു. √3 plus 1 divided by 2√2. ഇങ്ങനെ അയ്യത്തില്ല. യെസ്, ഇനി ഞാൻ എഴുതൂല. √3 plus 1 divided by 2√2. ഇങ്ങനെ ഒരു 2√2 കടന്നാൽ, ഇങ്ങനെ ഒരു √2 കടന്നാൽ മുകളിൽ എന്തെങ്കിലുമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ക്യാൻസൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത്ര എഴുതി 2 വര ഇടുക, ഒരു കുത്തിടുക, നമ്മുടെ സമാധാനത്തിന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി √2 plus 1 എന്നോ √2 - 1 എന്നോ ഒക്കെയാണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതെങ്കിൽ മാത്രം കോൺജുഗേറ്റ് എടുക്കുക.
മൈനസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അല്ലെങ്കിൽ വെറുതെ √2 മാത്രമേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല എങ്കിൽ ജസ്റ്റ് ഇത്ര എഴുതി അണ്ടർലൈൻ ചെയ്യുക. Now prove that sin x plus cos x the whole square. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പേടിക്കരുത്. sin x plus cos x the whole square is equal to 1 plus sin 2x. കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ച യെസ് a plus b whole square. നമുക്ക് മെയിൻ ആയിട്ട് ട്രിഗ്നോമെട്രിയുടെ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവില്ല. ലൈക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ബന്ധവും കാണില്ല. സോ രണ്ടുകൂടെ ഒരുമിച്ച് നോക്കരുത്. അറ്റ് എ ടൈം ഒരു സൈഡ് നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുക. ശ്രദ്ധിച്ച്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുക, അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് അവിടെ കിടക്കട്ടെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുക, അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഏതെങ്കിലും സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ മാത്രം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വേണ്ടതെന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ sin x plus cos x, ഇപ്പുറത്തെ cos x കാണുന്നില്ല. സോ എങ്ങനെ cos x നെ എലിമിനേറ്റ് ചെയ്യാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. സോ എന്താ ചെയ്യാ, ആദ്യം ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യുക. a plus b whole square, പുറത്തുള്ള സാധനങ്ങളെല്ലാം ബ്രാക്കറ്റ് എല്ലാം കളയുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ. എന്ത് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് എഴുതണേ, നിങ്ങൾക്ക് അറിയാലോ എഴുതാൻ. യെസ്, sin x plus cos x whole square, a plus b whole square. പഠിക്ക് വീട് കണ്ടതല്ലേ, a square plus 2ab plus b square. ഇവരെ ആരും കൂടെ കൊണ്ടാ വിട്ടുപോരുത്. 2ab 2 sin x എഴുതിയിട്ട് cos x എഴുതാൻ വിട്ടുപോരുത്, എല്ലാം എഴുതണം. എയുടെ സ്ഥാനത്ത് sin x, ബിയുടെ സ്ഥാനത്ത് cos x. ഓക്കെ, what is sin square x plus cos square x? Sin square x plus cos square is equal to 1. 1 plus 2 sin x cos x, 2 sin x cos x, sin 2x. sin 2x ന്റെ റിസൾട്ട് ആണ് 2 sin x cos x, which is the RHS. ഇതൊക്കെ ഒരു മാർക്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ again I am repeating, sin c plus sin d, sin c minus sin d, അത് വൃത്തിക്ക് പഠിച്ചിട്ട് പോയാൽ മതി. Next question. Yes, fifth question. Let a is equal to set 1 2 3. Number of subsets of a. Number of subsets of a. Subsets ഏതൊക്കെയാ? Starting from the empty set 5 and ending at the set a, which is set 1 2 3. എത്ര സെറ്റ് കാണും? There are 3 elements. So 2 raised to 3. 2 raised to 3 എത്രയാ? 2 raised to 3 എത്രയാ നോക്കട്ടെ. മൈലാഞ്ചിട്ടോ ലീസ ഇങ്ങനെ ഡിസൈൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കണ്ടു. യെസ്, 2 raised to 3 is 8. 2 into 2 into 2 ആണ്. 2 into 3 ചെയ്ത് വെക്കാൻ താല്പര്യപ്പെടുന്നവരോട് 2 into 3 ആണ് ചെയ്ത് വെക്കുന്നതെങ്കിൽ 2 into 3 ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കും? 2 raised to 3 ഉം 2 into 3 ഉം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. 2 raised to 3 is different and 2 into 3 is different. ഓക്കെ, 2 raised to 3 ചോദിക്കുമ്പോൾ 2 into 3 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എഴുതിയാൽ പോലെ, ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ എഴുതിയെങ്കിൽ ഇതല്ല എന്നല്ലേ എന്റെ അർത്ഥം, ഇതല്ല വേറെ എന്തോ ആണ്. ദാറ്റ് ഇസ് 2 into 2 into 2, which is 2 into 2 4, 4 into 2 is 8. So ആൻസർ 8 ഇല്ലേ? 8 ഉണ്ട്, ഭാഗ്യം. Write all subsets of A having 2 elements. 2 elements ഉള്ള ഏതൊക്കെയാ? എങ്ങനെ 2 elements ഉള്ള സബ്സെറ്റ് ഒക്കെ എഴുതുന്നേ? പേരിൽ തന്നെയുണ്ട് ഓർഡേർഡ് പെയർ. സോ ഓർഡറിൽ അങ്ങോട്ട് പോവുക. 2 elements ഉള്ള ഏതൊക്കെയാ? ഫസ്റ്റ് 1 തുടങ്ങി, 1ന്റെ കൂടെ 2 എഴുതി, 2 elements മതി, അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് അടിച്ചു. പിന്നെ എന്നെ ചെയ്തു, 1ന്റെ കൂടെ ഇനി ആരെങ്കിലും ഉണ്ടോ? 1ന്റെ കൂടെ 2 എഴുതി, ഇനി ആരെ എഴുതാം? 1ന്റെ കൂടെ 3 എഴുതാം. ഇനി 1ന്റെ കൂടെ ആരെങ്കിലും എഴുതാൻ പറ്റുമോ? ഇത് ക്രോസ് പ്രൊഡക്റ്റ് അല്ല കേട്ടോ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ല. എന്താ? സബ്സെറ്റ് ആണ് എഴുതുന്നത്. സോ സബ്സെറ്റ് വരുമ്പോ 1 ഉം 2 എഴുതി, 2 എണ്ണം ഉള്ള 2 എലമെന്റ് ഉള്ള സബ്സെറ്റാ ചോദിച്ചിരിക്കുന്നത്. സോ 1 ഉം 2 എഴുതി, 1 ഉം 3 എഴുതി. ഇനി 1ന്റെ കൂടെ ആരെ എഴുതാനില്ല, പിന്നുള്ള ആരാ? 2 ഉം 3 ഉം. എന്റെ വരുന്നില്ല, തെളിയുന്നില്ല. യെസ്, 2 ഉം 3. So these are the subsets of A having 2 elements. ഇനി if the given set A is a subset of the universal set U, തന്നിരിക്കുന്ന സെറ്റ് A ആണ്. A 1 2 3 എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5 6. Then write A complement. Simple. A complement എന്താ? 1 2 3 അല്ലാത്ത ബാക്കിയല്ല, 4 5 6. Set 4 5 6 is A complement. Now fourth question നോക്കിക്കേ. If P and Q are two sets such that n of P is equal to Q. n of P ആണ് തന്നിരിക്കുന്നത്. n of P 12. n of Q minus P, ടീച്ചറെ ചെയ്തായിപ്പോയി, വളരെ ചെയ്തായിപ്പോയി, is equal to 7. Then which among the following is the value of? അതവിടെ നിൽക്കട്ടെ. Which among the following is the value എന്ന് പറഞ്ഞാൽ എന്താ? യെസ് ആഷ്ടനെ കുട്ടി ഇപ്പോഴാണ് കണ്ടേ. Which among the following എന്ന് പറഞ്ഞാൽ വാല്യൂ കണ്ടുപിടിക്കുക. n of P union Q ന്റെ വാല്യൂ ഈ തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചത്. കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ പിന്നെ തന്നിരിക്കുന്നത് ഏതാണെന്ന് നമുക്കറിയാലോ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? n of P union Q is equal to n of P, നമ്മുടെ അടുത്ത് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നത്, n of Q minus n of P intersection Q. ഇതാണ് എനിക്കറിയാവുന്നത്.
തന്നിരിക്കുന്നത് എന്താ? എൻ ഓഫ് പി ഉണ്ട്, സന്തോഷം. എൻ ഓഫ് ക്യൂ മൈനസ് പി, ആർക്കും വേണ്ടാത്ത സാധനമൊക്കെ ഞങ്ങൾക്ക് എന്തിനാ തന്നിരിക്കുന്നത്? എൻ ഓഫ് ക്യൂ മൈനസ് പഠിച്ചു വരിക. എനിക്ക് പ്ലെയിൻ സ്ലൈഡ് തരുമോ സർ? 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലെയിൻ സ്ലൈഡ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതാ, മറന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം സിവിൽ സാറിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ. 5th ക്വസ്റ്റ്യൻ. ഇത് തീർത്ത് പറയണ്ടല്ലോ. 61 ക്വസ്റ്റ്യൻ പോകില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് എൻ ഓഫ് വെറുതെ ക്യൂ മൈനസ് പി നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. വാല്യൂസ് തന്നു കഴിഞ്ഞാൽ ക്യൂ മൈനസ് പി എഴുതാൻ അറിയാണ്ട് സെറ്റ് ക്യൂവും പിയും സെറ്റ് ആയിട്ട് തന്നാൽ ക്യൂ മൈനസ് പി ചോദിച്ചാൽ നമുക്കറിയാം. എൻ ഓഫ് ക്യൂ മൈനസ് പി നമുക്കറിയില്ല, അറിയണ്ട. അതിലല്ലേ നമുക്ക് വെൻ ഡയഗ്രം ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ പിള്ളേരെ. ക്യൂ എന്ന് പറഞ്ഞ സെറ്റും ഉണ്ട്, പി എന്ന് പറഞ്ഞ സെറ്റും ഉണ്ട് അല്ലേ? ദിസ് ഇസ് എ യൂണിവേഴ്സൽ സെറ്റ്. ക്യൂ എന്ന് പറഞ്ഞ സെറ്റും പി എന്ന് പറഞ്ഞ സെറ്റും ഉണ്ട്. വാട്ട് ഈസ് ക്യൂ മൈനസ് പി? ക്യൂ മൈനസ് പി എന്ന് പറഞ്ഞാല് ക്യൂയിലുണ്ട്, പിയിലില്ല. കാട്ടിലുണ്ട്, നാട്ടിലില്ല. ദിസ് ഇസ് ക്യൂ മൈനസ് പി. ക്യൂവിൽ നിന്നും ഏതുകൊണ്ടെടുക്കും? ക്യൂവിൽ നിന്നും പി സബ്ട്രാക്ട് ചെയ്താൽ എന്താ? പി പോയി. ക്യൂ എന്ന് പറഞ്ഞൊരു ഹോൾ മനുഷ്യൻ, ക്യൂവിൽ നിന്നും പി എടുത്ത് മാറ്റി. ക്യൂവിന്റെ ഒരു ഭാഗമായിരുന്നു പി, പി എടുത്ത് മാറ്റി. പിന്നെ ബാക്കി എന്താണുള്ളത്? സോ ദിസ് ഇസ് ക്യൂ മൈനസ് പി. ഇപ്പോഴും വെൻ ഡയഗ്രാം വരയ്ക്കാൻ ഡൗട്ട് ഉള്ളവർ ലോജിക്കലി തിങ്ക് ചെയ്യുക. ക്യൂ മൈനസ് പി എന്ന് പറഞ്ഞ എന്താ? ക്യൂ എന്ന് പറഞ്ഞ ഇത്ര ഒരു സംരംഭമായിരുന്നു. ക്യൂവും പിയും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമായിരുന്നു. ക്യൂ മൈനസ് പി എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അതിനോട് ചേർന്ന് നിന്നിരുന്ന പി എന്ത് ചെയ്തു? പി അങ്ങ് പോയി. ക്യൂവിൽ നിന്നും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന പി അങ്ങ് പോയി. പിന്നെ ബാക്കി എന്താ അവിടെ ഉള്ളത്? ഈ ഒരു ഏരിയ അല്ലേ ഉള്ളൂ. ഇത് പി അല്ലേ? ഇത് നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്തിരുന്ന സാധനമല്ലേ? സോ ദിസ് ഇസ് ക്യൂ മൈനസ് പി അല്ലേ? എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നു. ക്യൂ മൈനസ് പി ആണ്. സോ എൻ ഓഫ് ക്യൂ മൈനസ് പി, ദിസ് ഇസ് ദ ഏരിയ ക്യൂ മൈനസ് പി. ഇതിൽ ഏതൊക്കെയുണ്ട്? ക്യൂ മൈനസ് പിയുടെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യൂ ദിസ് ഇസ് നോട്ട് എൻ ഓഫ് ക്യൂ മൈനസ് പി, യെസ് ക്യൂ മൈനസ് പി. ഓക്കെ, ഇനി ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ വിളിക്കാൻ പറ്റുമോ? യെസ്, ക്യൂവിൽ നിന്നും പി കുറച്ചു. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? എൻ ഓഫ് പി പ്ലസ് എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. സോ ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നേരെ ഗോ ഫോർ വെൻ ഡയഗ്രാം. ഓക്കെ, നേരെ ഗോ ഫോർ വെൻ ഡയഗ്രാം. വേറെ ഇക്വേഷൻ ബുക്കിൽ തപ്പണ്ട, ഞാൻ പറഞ്ഞുതരാം. യെസ്, എൻ ഓഫ് പി ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് വേണ്ടത് എൻ ഓഫ് ക്യൂവും മൈനസ് എൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആണ്. എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആണ്. അത് തന്നെയല്ലേ പിള്ളേരെ ഇത്? എൻ ഓഫ് ക്യൂ ഇതല്ലേ ക്യൂ? ക്യൂ എന്ന് പറയുന്നത് ഇത്രേ. ക്യൂവിൽ നിന്നും പി ഇന്റർസെക്ഷൻ ക്യൂ കുറച്ചാലും എന്ത് തന്നെയാ കിട്ടുന്നത്? വി ഗെറ്റ് ദ സെയിം വെൻ ഡയഗ്രാം അല്ലേ? ക്യൂവിൽ നിന്നും പി കുറച്ചാലും ക്യൂവിൽ നിന്നും പി ഇന്റർസെക്ഷൻ, ദിസ് ഇസ് പി ഇന്റർസെക്ഷൻ ക്യൂ, പി ഇന്റർസെക്ഷൻ ക്യൂ. അപ്പൊ പി ഇന്റർസെക്ഷൻ ക്യൂ ക്യൂവിൽ നിന്നും കുറച്ചാലും സെയിം സാധനം അല്ലേ കിട്ടുന്നത്? വി ഗെറ്റ് ദ സെയിം തിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനും സെയിം ഡയഗ്രാം ആയതുകൊണ്ട് we can replace n of q minus n of p intersection q with n of q minus p. n of q minus p വരച്ചപ്പോഴും സെയിം സാധനം കിട്ടി. n of q minus n of p intersection q, ഇവർ തമ്മിലുള്ള ഇന്റർസെക്ഷൻ q എന്ന് കുറച്ചാലും we get the same Venn diagram. സോ ഒരു വെൻ ഡയഗ്രത്തിന് തന്നെ പല ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് പല ടേംസിൽ നമുക്ക് എഴുതാം. നമുക്ക് വേണ്ട എലമെന്റ്സ് വെച്ചിട്ട് പല ടേംസിൽ നമുക്ക് എഴുതാം. സോ n of q minus p ഇനി വെറുതെ ആഡ് ചെയ്താൽ മതി. 12 plus 7 is equal to 19. This is the answer. Okay, so ഇങ്ങനത്തെ n of p minus q സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഡയറക്ട്ലി ഗോ ഫോർ ദി വെൻ ഡയഗ്രാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഇന്ന് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? n of p യൂണിയൻ q ചോദിച്ചു കഴിഞ്ഞാൽ n of p plus n of q minus n of p intersection q. അപ്പൊ ആ ഒരു ഫോമിലേക്ക് പിയുടെയും ക്യൂവിന്റെയും അവരുടെ ഇന്റർസെക്ഷന്റെ ഒരു ഫോമിലേക്ക് ഈ വെൻ ഡയഗ്രത്തിന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. So we replace that with n of q minus p, which is 17 plus 5, sorry 12 plus 7, and that is equal to 19. Next question. So എന്റെ പേര് Chittimals Career Max Teacher for admission 8089001114. Please make it. Yes, graph of the function is given below. Yes, graph of the function is given below. അതിനിപ്പോ എന്താ
Write the value of f of 2. What is f of 2? x ന് 2 ആയിരിക്കുമ്പോൾ y യുടെ വാല്യൂ അല്ലെങ്കിൽ x ന് 2 കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ x ന് 2 കൊടുത്താൽ എന്താ കിട്ടുന്നത്? 2 കൊടുത്താൽ we get ടീച്ചർ വെച്ച ഗ്രാഫിന്റെ വേറെ കണ്ടിട്ട് വരയ്ക്കട്ടാ. x ന് 2 കൊടുത്താൽ y ക്ക് you get 3 ആണ്. പഠിപ്പിച്ചേക്കട്ടെ. So f of 2 is equal to 3 from the graph. അവര് ഗ്രാഫ് വരുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ തരും കേട്ടോ, വിഷമിക്കണ്ട. ഇങ്ങനെ ബ്ലോക്കിലൊക്കെ ആക്കിയിട്ടായിരിക്കും തരുന്നത്. So exactly f of 2 is 3. അല്ല വേറെ ആരോ. Okay fine. Write the range of f of x. So range എങ്ങനെ കണ്ടുപിടിക്കുന്നത്? This is the function. ഒരു ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ ആണ്. പക്ഷേ എക്സാക്ട്ലി നമ്മുടെ മോഡെക്സ് എല്ലാം ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് റേഞ്ച്? ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതാണ് എക്സിന് കൊടുക്കുന്ന വാല്യൂ ഇസ് ദ ഡൊമൈൻ ആൻഡ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന് കൊടുക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ. എക്സിന് പല വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? എക്സ് ഡാഷ് തൊട്ട് എക്സ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. എക്സ് ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഏത് റിയൽ നമ്പർ വേണേൽ കൊടുക്കാം. ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്നത് എന്താണ്? ഉണ്ട് അഭിനവേ ഉണ്ട്. അഭിനവ് ഇന്നലെ അയച്ച കമന്റ് ഞാൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ അവസ്ഥ ഇപ്പൊ അതുകൊണ്ടാ, വേറെ എന്ത് ചെയ്യാനാ. ചുമയൊക്കെ പിടിച്ചു പോട്ടെ. ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്, സപ്പോർട്ട്. ഓക്കെ, റൈറ്റ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. യെസ്, റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സിന് ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം? നോക്കിക്കേ, റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? എക്സിന് എന്തും ഇട്ട് കൊടുക്കാം. പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ ഒക്കെ നോക്കിയാൽ -∞ ടു +∞. എക്സിന്റെ വാല്യൂ നോക്കിയാൽ -4 -3 അപ്പുറത്തോട്ടുണ്ട് ഇപ്പുറത്തോട്ടുണ്ട്. എല്ലാ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെ? എല്ലാത്തിനും അവിടെ വാല്യൂ കിട്ടുന്നുണ്ട്. എഫ് ഓഫ് എക്സിന് വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി എക്സും എഫ് ഓഫ് എക്സും നമ്മൾ കുറെ വാല്യൂസ് പെറുക്കി ഇടുകയാണ്. യെസ്, ആദ്യം നമ്മൾ 0യിൽ ഐശ്വര്യമായിട്ട് തുടങ്ങി. ഐശ്വര്യം നമുക്ക് അതല്ലേ അറിയത്തുള്ളൂ. യെസ്, 0യിൽ തുടങ്ങിയപ്പോ എക്സിന് 0 കൊടുത്തപ്പം ഗ്രാഫിൽ എഫ് ഓഫ് എക്സ് എവിടെയാ നിൽക്കുന്നത്? ഒറിജിനില് എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എത്രയാ? 1. ഇനി 1 ഇട്ട് കൊടുത്തു. 1 ഇട്ട് കൊടുത്തപ്പോ എത്ര കിട്ടി? 1 കൊടുത്തപ്പോൾ we got 2. ഗ്രാഫിൽ നോക്കിയാൽ 1 കൊടുത്തപ്പോൾ 2. 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 3. ഇനി ഒരു -1 കൊടുത്തേ. -1 കൊടുത്താലോ? -1ലും 1. -2 ആയപ്പോഴോ? സോറി, -1ൽ 1 അല്ല കേട്ടോ. -1ൽ we got 2. -2ലോ we got 3. അതായത് ഇനി ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്താലും പോസിറ്റീവ് നമ്പർ കൊടുത്താലും ഏത് നമ്പർ കൊടുത്താലും ഞാനുണ്ട്. യെസ്, ഏത് നമ്പർ കൊടുത്താലും അതേ +1 അല്ലേ? 0 കൊടുത്തപ്പോ 1 വന്നു, 1 കൊടുത്തപ്പോ 2 വന്നു, 2 കൊടുത്തപ്പോ 3 വന്നു, -1 കൊടുത്തപ്പോ 1 വന്നു, -2 സോറി -1 കൊടുത്തപ്പോ എന്തോന്ന് എഴുതി വെക്കുന്നത്, എന്നാ ചെയ്യണം? യെസ്, -1 കൊടുത്തപ്പോൾ 2 വന്നു ആൻഡ് -2 കൊടുത്തപ്പോൾ 3 വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ പോസിറ്റീവ് വാല്യൂ കൊടുത്തു, നെഗറ്റീവ് വാല്യൂ കൊടുത്തു, 0 കൊടുത്തു, പല വാല്യൂസ് നമ്മൾ കൊടുത്തു അല്ലേ? നോക്കിക്കേ, 1 ആണ് മിനിമം. 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 ആണ്. പിന്നെ എല്ലാം 1ന്റെ മുകളിലോട്ടാ അല്ലേ? 1 ആണ് കിട്ടിയത്. 1 കിട്ടി. 0 കൊടുത്തപ്പോൾ കിട്ടിയത് 1. പിന്നെ എല്ലാം 1ന് മുകളിലോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് വാല്യൂ കൊടുത്താലും എക്സിന് നെഗറ്റീവ് വാല്യൂ കൊടുത്താലും പോസിറ്റീവ് വാല്യൂ കൊടുത്താലും എന്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ 1ഓ 1ൽ കൂടുതലോ ഉള്ള പോസിറ്റീവ് വാല്യൂസ് എല്ലാം എന്താണ്? റേഞ്ച് ആണ്. എങ്ങനെയാ റേഞ്ച് കണ്ടുപിടിക്കുന്നത്? എക്സിന് പല വാല്യൂസ് പോസിറ്റീവ് നെഗറ്റീവ്, എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇല്ല. എക്സിന് എല്ലാ വാല്യൂസും റിയൽ നമ്പേഴ്സ് എല്ലാം പോസിബിൾ ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചർ എന്തുകൊണ്ട് ടീച്ചർ മാത്രം എടുത്തോ? -1.33 -1.57 എന്ത് വേണേ എടുക്കാം, ഡെസിമൽ എടുക്കാം. പിന്നെ ഒത്തിരി നിങ്ങൾ ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഇൻഡിജേഴ്സ് എടുത്തത്. പോസിറ്റീവ് എടുത്താലും നെഗറ്റീവ് എടുത്താലും 0 എടുത്താലും യു ഗെറ്റ് പോസിറ്റീവ് വാല്യൂസ്. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ്. പിന്നെ 1ന് മുകളിലോട്ടുള്ള പോസിറ്റീവ് വാല്യൂസ്, 1ന് താഴോട്ടുള്ള ഒന്നുമില്ല. നോക്കിയാൽ ഞാൻ ഇവിടെ പടം വരച്ച് കാണിക്കാം. യെസ്, 1 ആണ് ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ. പിന്നെ അവിടെ നിന്ന് എല്ലാം മുകളിലോട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് ആണ്. 1ന് താഴോട്ടൊന്നും ഇല്ല. സോ എന്തായിരിക്കും റേഞ്ച്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് കിട്ടിയ കഥയാണ് പറഞ്ഞത്. യെസ്, എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ഇൻക്ലൂഡിംഗ് 1 ടു ദ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെയാ? ക്ലോസ്ഡ് ഇന്റർവൽ 1 to infinity. Always -∞ and +∞ is represented using open interval. Okay, അപ്പൊ അത് കഴിഞ്ഞു, റേഞ്ച് കഴിഞ്ഞു. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ.
യെസ്, ഈ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഒരു കാര്യം നമുക്കറിയാം, മോഡ് ഓഫ് എക്സ് മൈനസ് വണ്ണും മോഡ് എക്സ് മൈനസ് വണ്ണും അല്ല, സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും അല്ല. 50-50 കളിക്കുന്ന പോലെ കോൺബനേര കരോർപ്പിതിയില് സെക്കൻഡും ഫോർത്തും അല്ല. പിന്നെ നമുക്ക് ഡൗട്ട് ഉള്ളത് ഫസ്റ്റ് ആണോ തേർഡ് ആണോ എന്നുള്ളതാ അല്ലേ. മോഡ് ഓഫ് എക്സ് പ്ലസ് വൺ ആണോ മോഡ് എക്സ് പ്ലസ് വൺ ആണോ, അത് മാത്രം അറിഞ്ഞാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് വൺ. ഓക്കെ, മണിക്കുട്ടി പ്ലീസ് മണിക്കുട്ടി അല്ലേ, ഇവിടെ വേറെ ആണല്ലോ. ഓക്കെ, കമ്പ്യൂട്ടർ ജി തേർഡ് വൺ ഇവിടെ സിവിൽ സാർ പറഞ്ഞിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ട് എങ്ങാനും തെറ്റാണെങ്കിൽ സാറിന് എന്ത് ചെയ്യണം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു തരുന്നത്, യെസ് മോഡ് ഓഫ് എക്സ് പ്ലസ് വൺ ആണോ മോഡ് എക്സ് പ്ലസ് വൺ ആണോ എന്ന് നമുക്ക് നോക്കണം. സോ ഒരു വാല്യൂ എടുത്തു, എക്സ് എടുത്തു, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, എക്സിന് 0 എടുത്തു. 0 എടുത്തപ്പോ എന്താ കിട്ടിയേ, 0 പ്ലസ് 1. അത് ടീച്ചറിന്റെ കണ്ണു കണ്ടുകൂടെ, 0 പ്ലസ് 1 1 ആണ് നമുക്ക്, 0 പ്ലസ് 1 1 ആണ് കിട്ടിയത്. സോ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, മോഡ് ഓഫ് എക്സ് പ്ലസ് വണ്ണും ഉണ്ട് മോഡ് എക്സ് പ്ലസ് വണ്ണും ഉണ്ട്. ഇതിൽ ഏതാണെന്നുള്ളതല്ലേ നമ്മുടെ കൺഫ്യൂഷൻ, മോഡ് എക്സ് പ്ലസ് വണ്ണും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 0 എടുത്ത്, എക്സിന് 0 എടുത്ത് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു, മോഡ് ഓഫ് എക്സ് പ്ലസ് 1 1. ഇവിടെ എന്ത് സംഭവിച്ചു, മോഡ് എക്സ് പ്ലസ് 1, മോഡ് ഓഫ് 0 is 0 പ്ലസ് 1 1. ഓക്കെ, ഇനി എക്സിന് എന്ത് കൊടുത്തു, എക്സിന് -1 കൊടുത്തു. അവിടെയാണ് നമുക്ക് അറിയേണ്ടത്, പ്ലസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കാമല്ലോ, പ്ലസ് കൊടുത്താൽ സെയിം വാല്യൂ കിട്ടും. -1 കൊടുത്തു നോക്കി, -1 പ്ലസ് 1 മോഡ് 0 which is 0. -1 മോഡ് ഓഫ് -1 പ്ലസ് 1, മോഡ് ഓഫ് -1 1, 1 പ്ലസ് 1 2. എക്സിന് -1 കൊടുക്കുമ്പോൾ എത്രയാ കിട്ടണ്ടേ എഫ് ഓഫ് എക്സ്, എക്സിന് -1 കൊടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് എത്രയാ കിട്ടണ്ടേ 2. 2 എവിടെയാ കിട്ടിയത്, മോഡ് ഓഫ് എക്സ് പ്ലസ് 1 കിട്ടിയത്. ഓ സാർ രക്ഷപ്പെട്ടു, സാറ് പറഞ്ഞു ഇത്ര ശരിയാണ്. യെസ്, വെരി ഗുഡ്. സോ ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എഫ് ഓഫ് എക്സിന് എന്ത് കിട്ടുന്നോ അതിനെ വെച്ചിട്ടാണ് ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്. വി സി എ പാറ്റേൺ. ചിലപ്പോ എന്താ നോക്കിക്കേ, ഇതിൽ നിന്ന് പാറ്റേൺ ഒന്നും കിട്ടത്തില്ല. യെസ്, എക്സ് പ്ലസ് 1, ചിലപ്പോ ഈ എക്സും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ബന്ധം നോക്കണ്ടേ, 0 പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് 1 2 പ്ലസ് 1. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചതിച്ചു, -1 പ്ലസ് 1 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എക്സ് പ്ലസ് 1, ഇറ്റ് ഈസ് മോഡ് എക്സ് പ്ലസ് 1. ക്ലിയർ ആണല്ലോ. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്താലും യു ഗെറ്റ് ദ പോസിറ്റീവ് വാല്യൂ ഔട്ട്സൈഡ്. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, നമുക്കപ്പം ഈക്വേഷൻ മനസ്സിലായി. എന്താണ്, 1 കൊടുത്തപ്പോൾ 2 കിട്ടിയതാണ് മോഡ് എക്സ് പ്ലസ് 1, സോറി -1 കൊടുത്തപ്പോൾ 2 കിട്ടിയതാണ് മോഡ് എക്സ് പ്ലസ് 1. സോ ദാറ്റ്സ് ദ ഫംഗ്ഷൻ. ആൻഡ് റേഞ്ച് ഓൾസോ നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആം റിപ്പീറ്റിംഗ്. ഓക്കെ, if m is equal to set 1 to write all subsets of p. Simple. Subsets ചെയ്താലോ, ഏതൊക്കെയാ, empty set 5, പിന്നെ സിംഗിൾട്ടൺ 0 തുടങ്ങി, ഒന്നുമില്ല ഇവയിൽ നിന്ന് തുടങ്ങി, set 5 set 1 set 2 സിംഗിൾട്ടൺ സെറ്റ് കഴിഞ്ഞു. ഇനി പെയർ വൈസ് set 1 2 രണ്ടെണ്ണം വെച്ചിട്ട് കഴിഞ്ഞു, സെറ്റ് തീർന്നു, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താ, if m is a subset of n, then draw the Venn diagram of n minus m. സോ വെൻ ഡയഗ്രം ഒന്നും ആരും ബൈഹേർട്ട് പഠിച്ചിട്ട് പോകണ്ട, നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, m is a subset of n. സോ യൂണിവേഴ്സൽ സെറ്റ്, ദിസ് ഇസ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി എന്താ പറഞ്ഞേ, m is a subset of n. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്, എന്നിലുണ്ട്. സോ എന്നിന്റെ അകത്തുള്ള ഒരു കുഞ്ഞുവാവയാണ് m എന്ന് പറയുന്നത്. എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്, എന്നിലുണ്ട്. m is a subset of n. n is equal to set 1 2 3. m is equal to set 1 2. എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്, എന്നിലുണ്ട്. എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എന്നിലുണ്ട്. സോ m is a subset of n. ഇനി Venn diagram of n minus m. യെസ് മിസ്റ്റർ കിരൺ, അങ്ങനെ സംഭവിച്ചു പോയി. യെസ്, Venn diagram of n minus m. Venn diagram of n minus m ആണ് വിഷയം. അതായത് എന്നിലുണ്ട് എമ്മിലില്ല. എന്നിൽ എന്തൊക്കെയുണ്ട്, എന്നിലുള്ള എല്ലാം നമ്മൾ കറപ്പിച്ചു, പക്ഷെ എമ്മിലോട്ട് കയറിയാൽ തീർന്നു. യെസ്, സോ ദിസ് ഇസ് ദ Venn diagram for n minus m. n minus m, എന്നിൽ നിന്നും എമ്മിനെ എടുത്തു മാറ്റി മിച്ചമുള്ളത് മറ്റേ ഡോണറ്റ് പോലെ ഇരിക്കുന്നല്ലേ. ബട്ട് ദിസ് ഇസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ Venn diagram for n minus m. This is n minus m. Okay, Venn diagram. Third one, if A and B are two sets such that A is a subset of B, then A union B is a subset of B.
A union B is നമ്മൾ എത്ര എക്സാം എഴുതിയിരിക്കുന്നു ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. If A and B are two sets such that A is a subset of B. നോക്കിക്കേ, A is a sub അല്ല ഞാൻ രണ്ടു മണി റൈസ് എടുക്കുന്നു, ഒരു എടുത്താൽ പോരെ, ചില സമയത്ത് എൻ്റെ ബുദ്ധി വിമാനമാണ്. ഓക്കെ, A is a subset of B ആയി ചോദിച്ചേ. ഓക്കെ, B and A. A is a subset of B. B എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 യുടെ സബ്സെറ്റ് ആണ് A. What is A union B? It is B. Okay, example വെച്ചിട്ട് എഴുതി നോക്കാം. You know that. Question number 8. Write the complex number set is equal to 1 plus I by 1 minus I in A plus IB form. A plus IB form എഴുതാൻ എന്ത് ചെയ്യണം? We have to multiply the number or the complex number with the complex conjugate. Complex conjugate ഏതാ? Complex conjugate എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്? ഐയുടെ സൈൻ എന്താണോ, ഡിനോമിനേറ്ററിലെ ഐയുടെ സൈൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഐയുടെ സൈൻ. ഐ റിപ്പീറ്റ്, സെക്കൻഡ് ഇരിക്കുന്ന എലമെന്റിന്റെ അല്ല, ഐയുടെ സൈൻ. കോംപ്ലക്സ് നമ്പർ ആണ് നമ്മുടെ വിഷയം. സോ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ വി ചേഞ്ച് ദ സൈൻ ഓഫ് ഐ. മൈനസ് ഐ ആണെങ്കിൽ പ്ലസ് ഐ ആവും, പ്ലസ് ഐ ആണെങ്കിൽ മൈനസ് ഐ ആവും. ആ കോൺജുഗേറ്റും കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ plus I square. I square is minus 1 divided by a plus b into a minus b. A square minus b square. B square is I square, which is minus 1. So minus of minus is plus. 1 minus 1 is 0. 2i by 2 will give you I. Now you have to write that in a plus ib form. Underline ചെയ്ത് എനിക്ക് മാപ്പ് തരണം quiz. Yes, a plus ib form, which is equal to 0 plus I. This is a plus ib form, and that's done. If a plus b into a plus b into a plus ib into c plus id into e plus if is equal to a plus ib, capital A plus ib. Show that എന്തൊക്കെയോ show that ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ക്ലാസ് ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, ക്ലാസ് ചെയ്ത പ്രോബ്ലം ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നല്ല പരിചയമുള്ളൊരു സാധനം അല്ലേ? യെസ് യെസ് മിസ്റ്റർ അഭിനവ്, റിയലി യെസ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നല്ല പരിചയമുള്ള സാധനമാണ്. സെറ്റ് ഇൻറ്റു mod set, yes, set into set bar is equal to mod set. Equation കണ്ടില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, ഇക്വേഷൻ ഉള്ളതാണ്, അത് പഠിക്കേണ്ടതാണ്. സെറ്റ് ഇൻറ്റു സെറ്റ് ബാർ ഇസ് ഇക്വൽ ടു മോഡ് സെറ്റ്. സോ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് ഇസ് ഇക്വൽ ടു എ പ്ലസ് ഐ ബി കോംപ്ലക്സ് നമ്പർ. സോ അതാണ് എ പ്ലസ് ഐ ബി, സ്മോൾ എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ്, വിച്ച് ഇസ് ഇക്വൽ ടു എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് കോംപ്ലക്സ് നമ്പറിലെയാണ്. ഇനി സെറ്റ് ബാർ വരുമ്പോൾ എന്ത് വരും? സെറ്റ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ഐ ബി ആയിരിക്കും, വിച്ച് ഇസ് എ പ്ലസ് അല്ല എ മൈനസ് ഐ ബി ഇൻറ്റു ഹോൾ ബാർ ആണ് കേട്ടോ എടുക്കേണ്ടത്. യെസ് 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 കുറേ സാധനം ചെയ്യാനുണ്ടായിരുന്നു, ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നോർത്ത്. സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ദി ഹോൾ ബാർ. രണ്ടിൻ്റെ ഹോൾ ബാർ എടുത്തു കോൺജുഗേറ്റ്. ഇനി എ പ്ലസ് ഐ ബിയുടെ ഹോൾ ബാർ എന്ത് വരും? എ മൈനസ് ഐ ബി വരും. ഇവിടെ എന്ത് വരും? പ്രൊഡക്റ്റ് എടുക്കുന്നതും പ്രൊഡക്റ്റിന്റെ ഹോൾ ബാർ എടുക്കുന്നതും ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ ഹോൾ ബാർ എടുക്കുന്നതും സെയിം ആണ്, പ്രോപ്പർട്ടി. അപ്പൊ എന്ത് വരും? എ മൈനസ് ഐ ബി ഇൻറ്റു സി മൈനസ് ഐ ഡി ഇൻറ്റു ഇ മൈനസ് ഐ എഫ് എന്ന് വരും. നൗ വാട്ട് ഈസ് സെറ്റ് ഇൻറ്റു സെറ്റ് ബാർ is equal to mod set. What is set into set bar? Right side il a plus ib into c plus id into e plus if. What is set bar? Into a minus ib into c minus into unde id into e minus if. Right side il endu varum? A plus ib into a minus ib. B എഴുതാനുള്ള ഗ്യാപ്പ് വന്നു, ദൈവത്തിന് സ്തുതി. Now set into set bar is equal to mod set. അപ്പോൾ എന്ത് വരും? Which implies a plus ib into a minus ib, a square plus b square, c plus id into c minus id, c square plus d square. ഒരു ഹോൾ സ്ക്വയർ കൂടെ ഉണ്ട് കേട്ടോ. മോഡ് സെറ്റ് സ്ക്വയർ ആ, ഈ ഇക്വേഷൻ ഇല്ല, മോഡ് സെറ്റ് സ്ക്വയർ ഉണ്ട്. സെറ്റ് ഇൻറ്റു സെറ്റ് ബാർ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ ആണ്. നിങ്ങൾ കൊള്ളാം കേട്ടോ. യെസ്, സെറ്റ് ഇൻറ്റു സെറ്റ് ബാർ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. ബാലൻസ് ചെയ്യണം, അവിടെ രണ്ട് സെറ്റ് ഉണ്ട്, ഇവിടെ അപ്പം രണ്ട് സെറ്റ് വേണം. മോഡ് സെറ്റ് സ്ക്വയർ. അപ്പം മോഡ് സെറ്റ് എന്താ? മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് മോഡ് സെറ്റ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും. mod set square c square plus d square into e square plus f square is equal to a plus ib into a minus ib,
a square plus b square hence root. ഇതും ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, z into mod z is equal to mod z into z bar is equal to mod z square. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, z തന്നിട്ടുണ്ട്, z bar എടുക്കുക, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് mod z square എഴുതുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കിട്ടി. അങ്ങനെ എന്തെങ്കിലും റോങ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയണം. യെസ്, ആ ഒരു കാര്യത്തിൽ ആശ എന്താ കുറ്റിയോ. യെസ്, the point 0, 2, 3 lies in 0, 2, 3. 0 എന്ന് പറഞ്ഞാൽ x ആക്സിസുമായിട്ട് ബന്ധമില്ല, പിന്നെ എവിടെ കിടക്കും, പിന്നെ 2ഉം 3ഉം ആണുള്ളത്. 2ഉം 3ഉം ഏതാ, y and z. So 0, 2, 3 lies in the yz plane. x 0 ആണെങ്കിൽ the point lies in yz plane. Now find the distance between the points. ഇത് ചെയ്ത് കാണിക്കണം. p and q ഡിസ്റ്റൻസ് ഫോർമുല root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. Apply the values. x1 y1 z1 is equal to minus 3 7 2, x2 y2 z2 is equal to 2 4 minus 1. Values substitute ചെയ്യുക and you get the answer. Square root ഇടാൻ മറക്കരുത്. Third one, let a 0 7 0, b minus 1 6 6 and c minus 4 9 6 are vertices of a triangle. Show that it is a right triangle. How do we show that it is a right triangle? Right triangle has two properties. One is the angle between any two sides is 90 degree. ഇവിടെ ആംഗിൾ ഒന്നുമില്ല. നമ്മുടെ ഏത് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, 3-dimensional geometry എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആംഗിൾ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, we go for the other property, Pythagoras theorem. Base square plus altitude square is equal to hypotenuse square. അപ്പോൾ മൂന്ന് സൈഡും കണ്ടുപിടിക്കുക, സൈഡിന്റെ സ്ക്വയർ എടുക്കുക, രണ്ട് സൈഡുകളുടെ സ്ക്വയറിന്റെ സം is equal to the square of the third side. Pythagoras theorem വെച്ചിട്ട് പ്രൂവ് ചെയ്യുക. ഷോ ദാറ്റ് ഇറ്റ്സ് എ റൈറ്റ് ട്രയാംഗിൾ ക്ലാസ് ഡിവിഷൻ. The point -1 5 -8 lies in dash octet. 8 octets ആണുള്ളത്. ഏതൊക്കെയാ, x y z കോർഡിനേറ്റ്സിന് 1 2 3 4 5 6 7 8. ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ബാക്കി എഴുതുക. എങ്ങനെയായിരുന്നു, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, റിപ്പീറ്റ്, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇവിടെ മാത്രം ഒരു ചതിയുള്ളൂ. ഇനി എന്താ, ഈ രണ്ടെണ്ണം വെച്ച് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. ഇനിയോ 4 വെച്ച് പ്ലസ് 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 മൈനസ് 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 മൈനസ്. ചോദിച്ചിരിക്കുന്ന ഏതാ, -1 5 -8. എക്സിന് മൈനസും 5ന് വൈക്ക് പോസിറ്റീവും സെഡിന് നെഗറ്റീവും വരുന്ന ഏതിലാ, എക്സ് മൈനസ്, യെസ്, ദിസ് ക്വാഡ്രന്റ്. മൈനസ് പ്ലസ് മൈനസ് സൈൻ നോക്കിക്കേ, -1 5 -8 മൈനസ് പ്ലസ് മൈനസ് വന്നത് ഏത് ഒക്ടന്റിലാ, 6th octet. So the point lies in the 6th octet. Yes, ഇതും പഠിപ്പിച്ച സമയത്ത് ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞതാണ്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ, നമുക്ക് എഴുതി എടുക്കാനുള്ള സമയമില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് വൺ മാത്രം തിരിഞ്ഞു വരും, പ്ലസ് വന്നിട്ട് മൈനസ് വന്നു, പിന്നെ തിരിച്ചു വരും, മൈനസ് പ്ലസ് റിപ്പീറ്റ്. ഇവിടെ രണ്ടെണ്ണം വെച്ച്, രണ്ടെണ്ണം, തേർഡ് വണ്ണിൽ 4 വെച്ചിട്ട് ഒക്ടറ്റ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം. ഫോളോയിങ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദി ഇനിക്വാലിറ്റി. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഇനിക്വാലിറ്റി സോൾവ് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. സൊല്യൂഷൻ മീൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നോക്കിക്കേ, 4x + 3 ലെസ് ദാൻ 5x + 7. 4x റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 5x - 4x which is x. ലെഫ്റ്റ് സൈഡിൽ എന്ത് സംഭവിക്കും, 3 7 റൈറ്റ് സൈഡിലോട്ട് പോകും. സോ 3 - 7 is -4 which means x is greater than -4. നോക്കിക്കേ, തിരിച്ചെഴുതി, എക്സിന്റെ സൈഡിലോട്ടാണ് മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. -4 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -4 എന്നാണ് അർത്ഥം. നോക്കിക്കേ, എക്സ് ഗ്രേറ്റർ ദാൻ -4. എക്സിന്റെ സൈഡിലോട്ട് വാ തുറന്ന് ഇരിക്കുന്നു, എക്സ് ഇസ് ഗ്രേറ്റർ. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ -4. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ്സ് ഓപ്പൺ ഇന്റർവൽ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ഡ് ഇന്റർവൽ ഇൻക്ലൂഡിംഗ് -4. ബട്ട് ഗ്രേറ്റർ ദാൻ എന്ന് മാത്രം പറഞ്ഞാൽ -4നെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ -4 തൊട്ട് -4നെക്കാട്ടിലും കൂടുതൽ to infinity വരെ, which is option കാണുന്നില്ല. Yes, D. Option D is the answer. -4 തൊട്ട് ഇൻഫിനിറ്റി വരെ. It is greater than -4. Next one, solve the inequality. ഇത് പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Solve the inequality for real x and represent on a number line. അപ്പൊ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനും ഉള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ, ആദ്യം സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന എങ്ങനെയാ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ തെറ്റിക്കാതെ ചെയ്യുക. സോ എന്താണ്, 3ഉം 5ഉം ഒക്കെ കാണുമ്പോൾ നമുക്ക് വെട്ടാൻ തോന്നും, ഒന്നും നടക്കൂല. കാരണം എന്താ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. സെയിം സൈഡ് ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു.
ലൈക്ക് രണ്ട് ന്യൂമറേറ്ററും രണ്ട് ഡിനോമിനേറ്ററും ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു. ഇതൊന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലാണ്. സോ 9 into x minus 2 less than or equal to 25 into 2 minus x. Multiplication will become division, division will become multiplication, addition will become subtraction, subtraction will become addition when a number moves from right hand side to left hand side or from left hand side to right hand side. Okay, എല്ലാത്തിനും ഉൾട്ടാ വരും. 9x minus 18 less than or equal to 50 minus 25x. സോ എന്ത് സംഭവിക്കും? 25 അപ്പുറത്തോട്ട് കൊണ്ടുവന്നായിരിക്കും നല്ലത്, അപ്പൊ പ്ലസ് ആവും. 25 34x less than or equal to 50 68, which implies x less than or equal to 2. Less than or equal to 2 എന്ന് x ന്റെ വാല്യൂ കിട്ടി. x is less than or equal to 2. അതിനർത്ഥം we have our number line starting from 0 minus infinity etc. minus 3 minus 2 minus 1 0 1 2 3 4 5 6 7 yes, and x is less than or equal to 2. 2 എവിടാ? 2 ഇവിടാണ്. Now ഇങ്ങനാണോ ഇങ്ങനാണോ? കളർ അടിക്കണം. Why? For open interval, open intervalന് o, just o മാത്രമേ ഉള്ളൂ. For closed interval, open ചെയ്തു വെച്ച വട്ടം നമ്മൾ അടച്ചു കളഞ്ഞു. For open interval it is o. For closed interval, open ചെയ്തത് ക്ലോസ് ചെയ്തു. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? കളർ അടിക്കണം. Now x is less than or equal to 2. Less than എവിടാ? x നെക്കാട്ടിലും ചെറിയ വാല്യൂസ് എവിടെയാ വരുന്നേ? x നെക്കാട്ടിലും ചെറിയ വാല്യൂസ് x ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. സോ x is less than or equal to എന്ന് പറഞ്ഞാൽ വേറെ വല്ല കളറുള്ള പേനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ള പേനയും കൊണ്ട് നല്ല കളറിൽ ഡാർക്ക് അടിച്ച് ഷെയ്ഡ് അടിച്ച് ഇങ്ങനെ വെക്കുക. ഈ വട്ടമൊക്കെ നല്ല മുടിപ്പിലിട്ടിട്ട് നല്ല രീതിയിൽ കളർ അടിച്ച് അങ്ങോട്ട് വെക്കുക. ഇത് കാണണം. ഇവിടെ വട്ടം ഉണ്ട് കുത്തുണ്ടെന്നൊക്കെ അറിയണം. ഈ കുത്തിന് വരെ മാർക്കുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച പിള്ളേര്? യെസ്, ഈ ഒരു വട്ടം ഇങ്ങനെ നല്ല രീതിയിൽ 2 കാണാവുന്ന രീതിയിൽ വേണേ. യെസ്, ഇങ്ങനെ കളർ അടിച്ച് പ്രോപ്പർ ആയിട്ട് വെക്കുക. ജസ്റ്റ് ഒരു കുത്ത് മാത്രം ഇട്ടിട്ട് പോരുത്, അവിടെ കാണത്തില്ല. സ്പെസിഫൈ ചെയ്ത് ഈ കളേർഡ് ബബിൾ അവിടെ കാണണം. ഓക്കെ, സോ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ ഷെയ്ഡ് അടിച്ചു. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്പൺ ഇന്റർവെൽ, ജസ്റ്റ് വട്ടം മാത്രം. എങ്ങനെ വരും? 2 ആണെങ്കിൽ ഇങ്ങനെ വട്ടം വരും. ഇങ്ങനെ ആയിരിക്കും അതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ. നെക്സ്റ്റ് വൺ. യെസ്, how many 3-digit numbers can be formed using the digits 1 2 3 4 5 assuming that the repetition of digits is not allowed? അപ്പോൾ repetition allowed അല്ല. repetition allowed അല്ല. yes, okay, repetition 10 20 30 40 I need 4 hours. okay, repetition allowed അല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? 3-digit numbers ആണ് വേണ്ടത്. 3-digit numbers വേണം. we have the digits 1 2 3 4 and 5. we have 5 digits. so first place ൽ 5 പേരിൽ ആർക്ക് വേണേ ഇരിക്കാം. repetition not allowed, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഒരു നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ അയാൾക്ക് സ്ഥാനമില്ല, ബാക്കി 4 പേർക്കേ സ്ഥാനമുള്ളൂ. തേർഡ് പ്ലേസിൽ ആദ്യത്തെ 2 പേർക്ക് സ്ഥാനമില്ല, പിന്നെ ഉണ്ടായിരുന്ന 3 പേർക്കേ സ്ഥാനമുള്ളൂ. സോ 5 into 4 into 3 or we go for എന്താണ്? arrangement. permutation is arrangement. out of 5 ആർക്കൊക്കെ ചാൻസ് ഉള്ളത്? ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ദിസ് ഇസ് കോമ്പിനേഷൻ ആക്ച്വലി. കോമ്പിനേഷൻ ആണോ പെർമ്യൂട്ടേഷൻ ആണോ? 5 into 4 into 3 എന്ത് വരും? 5 factorial divided by 2 factorial into 5 minus 3. yes, 3 factorial into 5 minus 3 factorial. yes, this is NPR. അപ്പോൾ permutation ആണെങ്കിൽ arrangement ആണ്. this is another method. when repetition is not allowed, out of 5 we need 3 positions. out of 5 we need 3 position. NPR. out of 5 we need 3 position. 5 factorial divided by 5 minus 3 factorial, which is 5 factorial divided by 2 factorial. we get the same answer. രണ്ട് രീതിയിൽ ചെയ്യാം. yes, ഇതാണ് ഇക്വേഷൻ വൈസ് ചെയ്യുന്നത്, ഇതാണ് ലോജിക്കലി ചെയ്യുന്നത്. മാം ഓക്കെ, ഇതാണ് ലോജിക്കലി എഴുതുന്നത്, ഇതാണ് ഇക്വേഷൻ വൈസ് എഴുതുന്നത്. നമ്മൾ ആ മറ്റേ ഫ്ലോ ചാർട്ട് ഒക്കെ വരച്ച് നോക്കുന്നില്ല പെർമ്യൂട്ടേഷന്. സോ റെപ്പിറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലായവർ ആ മനസ്സിലായത് മാത്രം വെച്ചാൽ മതി, അടുത്തത് മനസ്സിലാക്കാൻ നിൽക്കേണ്ട. യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴിയായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ യു ഡയറക്ട്ലി ഗോ ഫോർ ഇക്വേഷൻ, അല്ലെങ്കിൽ യു ഗോ ഫോർ ദിസ് മെത്തേഡ്, ലോജിക്കൽ തിങ്കിങ്. നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് അത് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, find the number of permutations using all the letters of the word Allahabad.
അപ്പൊ അലഹബാദ് കാണുമ്പോൾ തന്നെ അറിയാം. അലഹബാദ് 1 2 3 4 5 6 7 8 9. We have 9 letters. Yes, 9 letters. And how many letters are repeated? When the letters are repeated, we go for A, 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 A. 4 A's, 2 L, anything else? H, B, D. അതൊക്കെ ഒന്നേ ഉള്ളൂ. So 9 factorial divided by 4 factorial into 2 factorial. കുത്തി കാണിക്കുന്നില്ല, ഫ്ലോ ചാർട്ട് ഇല്ല. You have the flow chart. When the elements are repeating, total number of elements divided by A യുടെ repetition 4 times into 4 factorial into L ന്റെ repetition 2 times, 2 factorial. That is our equation. Next question. Consider the circle. ഇത് ഇന്നലെ ക്ലാസ് ചെയ്യിപ്പിച്ചല്ലേ അല്ലേ? Consider the circle. You are given an equation. Find the center and radius of the circle C. Wait a minute. ഇത് സോൾവ് ചെയ്ത് എഴുതണം കേട്ടോ. ഇത് ഇങ്ങനെ എഴുതിയാൽ പോലെ. ഇത് സോൾവ് ചെയ്ത് you have to find 9 factorial, the value of 9 factorial, 4 factorial, 2 factorial, and simplify using a calculator and write the final answer. Okay. Then consider the circle. You are given a circle. X square plus y square minus 4x plus 6y minus 12 is equal to 0. Find the center and radius of the circle C. We know that the center is ordered pair h comma k, radius is r. Okay, center h comma k and radius is r. And we have the equation of circle x minus h the whole square plus y minus k the whole square is equal to r square. This is the equation of a circle. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഇവര് വേറെ ഏതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ തന്നിരിക്കുന്ന ഇക്വേഷനെ ഈ ഫോമിൽ ആക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നും എച്ചും കിട്ടും, കെയും കിട്ടും, ആറും കിട്ടും. സോ വാട്ട് ഡു വി ഡു? എക്സ് ടേംസിനെ ഒരുമിച്ചാക്കി എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6y is equal to 12. 12നെ റൈറ്റ് സൈഡിൽ കൊണ്ടേ, കാരണം 12ന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് എക്സ് വൈ ടേംസ് ഒരുമിച്ചാക്കി എഴുതി നമ്മൾ റീഅറേഞ്ച് ചെയ്തു, ഗിവൺ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇന്നലെ ചെയ്യിപ്പിച്ചതാണ്, ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കുക. എന്താ സംഭവം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഫോമിൽ ആക്കണമെങ്കിൽ ദിസ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ബി സ്ക്വയറിന്റെ അഭാഗതയുണ്ട്, സോ യു ഹാവ് ടു ഫിൽ ദിസ് പ്ലേസ്. അങ്ങനെ ഫിൽ ചെയ്യാം. 2ab യുടെ സ്ഥാനത്ത് യു ഹാവ് 2x ആൻഡ് എയുടെ സ്ഥാനത്ത് എ സ്ക്വയറിന്റെ സ്ഥാനത്താണ് എക്സ് സ്ക്വയർ ഉള്ളത്. എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് വരും. സോ ഹിയർ ഇൻ ദ പ്ലേസ് ഓഫ് എ വി ഹാവ് എക്സ്. എക്സ് ആൻഡ് എക്സ് ഗെറ്റ് ക്യാൻസൽ. 2 and 2 get cancelled, which implies b is equal to 1. b is equal to 1 എന്ന് പറഞ്ഞാൽ b square will be 1. So here we add a 1 and at the same time here also we add a 1. Equation left hand side എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യണം. So on the right hand side also we add a 1. Similarly ഈ ഇക്വേഷനിലും സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. So ഇതെന്താവും? x minus 1 the whole square, a square minus 2ab plus b square എന്നാവും. ഇതെന്താവും? 2ab is equal to 6, b is equal to 3, which means b square is equal to 9. So ഇവിടെ 9 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? y plus 3 whole square is equal to 12 plus 9 is 21 plus 12 plus 9. No. Yeah, I have made some mistake. Yes. b is equal to 2 ആണ് ഇവിടെ വരുന്നത്. This is 4ab, not 2x, it's 4x. അപ്പോൾ b ഇവിടെ 2 വരും, ഇവിടെ 4 കൊണ്ട് ആഡ് ചെയ്യും, not 1. x minus 2 the whole square വരും, ഇവിടെ 4 വരും, and you get 16 25 over here 5 square. ഇത് ഇന്നലെ ചെയ്ത പ്ലോട്ട് x minus 2 the whole square plus y plus 3 whole square is equal to 25. 5 square x h കിട്ടി, k കിട്ടി, 5 കിട്ടി. 2 yes 2 ആക്കിയിട്ടുണ്ട്. I got confused. Yes, 2ab is equal to 4x ആണ്. ഞാൻ 2x എന്ന് എഴുതി. 2ab is 4x, which means b, the value of b is 2 and we get b square is equal to 4. ഇവിടെ 4 എഴുതിയപ്പോൾ ഇവിടെ 4 എഴുതി. Similarly second one ൽ 9 കൊണ്ട് ആഡ് ചെയ്യേണ്ടി വന്നു. So right side also 9 കൊണ്ട് ആഡ് ചെയ്തു. 12 plus 4 plus 9 is 25, which is 5 square. So the value of r is 5, the value of h is 2 and the value of k is minus 3 because we have the equation y minus k the whole square is equal to r square. So y minus minus 3. The value of k is minus 3. Then find the equation of another circle which is concentric with the circle say double the radius of c. Double the radius of c എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? Concentric എന്ന് പറഞ്ഞാൽ they have the same center. So center hk ക്ക് വ്യത്യാസമില്ല, റേഡിയസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. Double the radius of c എന്ന് പറഞ്ഞാൽ you have to change the radius. Radius is 5 square, r square and 5 square. So radius is 5. Double the radius എന്ന് പറയുമ്പോൾ it will become 10 now radius. So the equation of the circle which is concentric with the circle C is x minus 2 the whole square plus y plus 3 the whole square is equal to 10 square എന്നാകും. Center is the same for concentric circles. Same center, concentric.
Parabola y square is equal to ax. Idin cheyidala innale. Which passes through the point 1, 2 has focus at. So parabola y square is equal to ax. Passing through the point. Passing through the point എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? Passing. Yes. Passing through the point എന്ന് പറഞ്ഞാൽ it satisfies the equation. എവിടെ passing through the point എന്ന് പറഞ്ഞാലും satisfies the equation. 1, 2 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? Y യുടെ സ്ഥാനത്ത് 2 and x ന്റെ സ്ഥാനത്ത് 1. So 2 square is 4 is equal to a into 1, which implies a is equal to 4. This is not the focus. Our focus for a parabola y square is equal to 4ax is a. A is the focus. Here our equation is ax. Y square is ax എന്നാണ്. Y square is equal to ഇല്ല. Y square is equal to 4ax എന്നല്ല ax എന്നാണ്. So എന്ത് ചെയ്യണം? In the place of 4a we have a. So 4a is equal to 4, which implies a is equal to 4 by 4 and that is equal to 1. ഇന്നലെ ചെയ്ത പ്രോബ്ലം ആണ്, ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്, മോഡൽ എക്സാമിന് ചെയ്ത പ്രോബ്ലം ആണ്. Okay. A and B are two events such that P of A. Direct substitution. P of A or B. P of A union B ആണ്. P of A or for union and for intersection. P of A union B is equal to P of A plus P of B minus P of A intersection B. What is A intersection B? A and B is A intersection B. So values വന്നിട്ടുണ്ട്, direct ആയിട്ട് substitute ചെയ്യുക. Now P of not A and not B. അതാണ് ചോദിച്ചിരിക്കുന്നത്. P of not A. Not A is a complement and for intersection not B. Not B. This is P of A complement intersection B complement. As per De Morgan's law, it is P of A union B the whole complement. Now what is P of A union B whole complement? It is 1 minus P of A union B. We have the result P of A complement is equal to 1 minus P of A and the result നമുക്കുണ്ട് from the chapter probability. So P of A union B whole complement is 1 minus P of A union B. So P of A union B ഇവിടെ കണ്ടുപിടിച്ചു. 1 minus P of A union B ചെയ്യുമ്പോൾ you will get the value of P of not A and not B. One more thing, the value of probability is always less than or equal to 1. 1 നെക്കാട്ടിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ you are making a wrong answer. Make sure that you get a value which is less than or equal to 1. It can either be 0 or 1 or between 0 and 1 and it will never be greater than 1. Okay. Very good. Yes. Find the value of n if n minus 1 p3 is to n p4 is equal to 1 is to 9. എന്താ ചെയ്യുന്നത്? Is to എന്ന് പറഞ്ഞാൽ എന്താ? It is fraction. Ratio is fraction. So n minus 1 p3 divided by n p4 is equal to 1 by 9 എന്ന് വരും. Now n minus 1 p3 equation substitute ചെയ്യുക. n minus 1 factorial divided by n minus 1 minus 3 factorial and n factorial divided by n minus 4 factorial is equal to 1 by 9. എന്നിട്ട് common ആയിട്ടുള്ള വെട്ടിക്കളയുക, cross multiply ചെയ്യുക and you get the value of n. Okay, simple one. ഇത് ഇന്നലെ ചെയ്തതാണ് ഇതും. Now if NC9 is equal to NC8, find NC17. NC9 is n factorial divided by 9 factorial into n minus 9 factorial. n factorial divided by r factorial into n minus r factorial is the equation for NCR. Now C ആണോ P ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. Divided by r factorial കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് for combination for C. Permutation മൾട്ടിപ്ലൈ ചെയ്യില്ല. So P ആണോ C ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. By n factorial into 8 divided by 8 factorial into n minus 8 factorial. ഇനി എന്ത് ചെയ്യാം? n factorial and n factorial will get cancelled. Now is equal to 1 by 9 factorial എങ്ങനെ എഴുതാം? 9 into 8 factorial into n minus 9 factorial is equal to എന്ത് ചെയ്യാം? n factorial cancel ആയി പോയിട്ട് ടീച്ചറിന് എഴുതണ്ട. 1 by 8 factorial into n minus 8 factorial. n minus 8 factorial is n minus 8 into n minus 8 minus 1 factorial. n factorial is equal to n into n minus 1 factorial, which is again equal to n into n minus 1 into n minus 2 factorial, etc. So minus 1 ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? We got 1 by 8 factorial cancel ആയി പോയി. 9 into n minus 9 factorial is equal to 1 by n minus 8 into n minus 8 minus 1.
minus 8 minus 1, which is minus 9. Minus 8 minus 1 is minus 9. So n minus 9 factorial. Again n minus 9 factorial and n minus 9 factorial will get cancelled, which implies 1 by 9 is equal to 1 by n minus 8, or cross multiply. N minus 8 is equal to 9, which implies n is equal to 9 plus 8, which is equal to 17. And we are asked to find NC17, not the value of n. So question ഒന്നുകൂടെ കൃത്യമായിട്ട് വായിക്കുക. എന്താണ് ചോദിച്ചിരിക്കുന്നത്? NC17 ആണ് ചോദിച്ചിരിക്കുന്നത്, not n. We got the value of n. Now to find NC17, just substitute. NC17 is equal to 17C17. What is 17C17? 17 factorial divided by 17 factorial into 17 minus 17 factorial, that is 0 factorial. 0 factorial is 1. 17 factorial will get cancelled and you get the value as 1. Third one. How many triangles can be drawn by joining 10 points on a circle? So this is a combination. Why it is a combination? 10 points ഉണ്ട്. നമ്മൾ ഒരു 2 പോയിന്റ് എടുത്തു. സപ്പോസ് 2 പോയിന്റ് എടുത്തു, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്തു. ഇവരുടെ അറേഞ്ച്മെന്റ് ഒരു വിഷയമാണോ? അല്ല. ഇവിടുന്ന് നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താലും ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താലും സെയിം ആണ് അല്ലേ? സെയിം ജോയിനിങ് അല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് അറേഞ്ച്മെന്റ് ബട്ട് ഇറ്റ് ഈസ് കോമ്പിനേഷൻ, ഇറ്റ് ഈസ് സെലക്ഷൻ. അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ആണ് അറേഞ്ച്മെന്റ്, ഇത് അറേഞ്ച്മെന്റ് അല്ല, ഇറ്റ് ഈസ് കോമ്പിനേഷൻ. സോ കോമ്പിനേഷൻ എങ്ങനെ വരും? 10 പോയിന്റ് വെച്ചിട്ട് എന്ത് വേണം? 10 പോയിന്റിൽ നിന്നും ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ എത്ര പോയിന്റ് വേണം? 3 പോയിന്റ്. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 10 പോയിന്റിൽ 3 പോയിന്റ് മതി ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? 10C3 is the combination. Okay, 10C3 is the combination. Now next question, നമ്മൾ 2 പോയിന്റ് വെച്ചിട്ടുള്ള ചെയ്തതാണ് അല്ലേ? കോഡ് വരയ്ക്കാനുള്ള ചെയ്തിട്ടുണ്ട്. 21 പോയിന്റ്സിൽ കോഡ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ്സ് മതി. സോ 21C2 was the combination. Here triangle ആയതുകൊണ്ട് ട്രയാങ്കിളിന് 3 പോയിന്റ് വേണം. So out of 10 we need 3 points, 10C3. Now a set of 4 parallel lines are intersect with another set of 3 parallel lines. Okay, set of 4 parallel lines intersect with another set of 3. നിങ്ങൾ ആരും പേടിക്കണ്ട, എന്താ സംഭവിച്ചത്? 3 parallel lines. How many parallelograms can be formed? 4 parallel lines can be intersected with 3 parallel lines. Okay, how many parallelograms? നോക്കിക്കേ, ഇതൊരു പാരലലോഗ്രാം ആണ് അല്ലേ? അങ്ങനെ ഇതൊരു പാരലലോഗ്രാം ആണ്. ഇങ്ങനെ കുറച്ച് പാരലലോഗ്രാംസ് ഉണ്ടല്ലോ. പക്ഷേ ഇതും യെസ്, ഇതും ഒരു പാരലലോഗ്രാം ആണ് അല്ലേ? ഇതൊരു പാരലലോഗ്രാം ആണ്. ഈ 4 എണ്ണം ചേർന്ന ഒരു പാരലലോഗ്രാം ആണ്. സോ എത്ര പാരലലോഗ്രാംസ് വരും? ഇങ്ങനെ നോക്കിയാൽ പറയാൻ പറ്റില്ല. സോ നമുക്കറിയാം, ഒരു പാരലലോഗ്രാം വരയ്ക്കണമെങ്കിൽ മിനിമം എത്ര ലൈൻസ് വേണം? പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ പാരലലോഗ്രാം? നോക്കിക്കേ, ഇതാണ് പാരലലോഗ്രാം. സോ എത്ര സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് വേണം? എത്ര സെറ്റ് വേണം? പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു സെറ്റ്, ഇതാണ് ഒരു സെറ്റ്. ഒറ്റ ലൈൻ വരച്ചാൽ അത് പാരലൽ ആവുമോ? 2 ലൈൻ വരച്ചാലേ അത് പാരലൽ ലൈൻസ് ആവുള്ളൂ. നോക്കിക്കേ, 2 ലൈൻ വരച്ചാലാണ് പാരലൽ ആവുന്നത്. ഒറ്റ ലൈനും കൊണ്ട് അത് പാരലൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ 2 ലൈനാണ് ഒരു സെറ്റ്. ഇതൊരു സെറ്റ് പാരലൽ ലൈൻ, അതേപോലെ ഇതൊരു സെറ്റ് പാരലൽ ലൈൻ. സോ 2 സെറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരലലോഗ്രാം കിട്ടും അല്ലേ? ഒരു പാരലലോഗ്രാമിന് വേണ്ടത് 2 സെറ്റ് പാരലൽ ലൈനാണ്. ഒരു ഹൊറിസോണ്ടൽ സെറ്റും ഒരു വെർട്ടിക്കൽ സെറ്റും കൊണ്ട് നമുക്ക് ഒരു പാരലലോഗ്രാം കിട്ടും അല്ലേ? ഒരു പാരലലോഗ്രാം കിട്ടും. സോ നമുക്ക് എത്ര സെറ്റ് ഉണ്ട് ഇവിടെ? അപ്പം 4 പാരലൽ ലൈൻസ് ഉണ്ട്. സോ 4 പാരലൽ ലൈൻസ്. ഒരു പാരലലോഗ്രാമിന് വേണ്ടത് 2 സെറ്റ്. ഔട്ട് ഓഫ് 4 2. ഒരു പാരലലോഗ്രാമിന് വേണ്ടത് 2. ഔട്ട് ഓഫ് 4 പാരലൽ ലൈൻസ് 2 into, ഇനി എന്താ വേണ്ടേ? ഔട്ട് ഓഫ് 3 പാരലൽ ലൈൻസ് we again need 2. How many triangles can be drawn by joining 10 points on a circle? എന്താ ചെയ്തത്? നമ്മൾ അന്ന് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ വിത്ത് ആനിമേഷൻ പറഞ്ഞതാണ്. കോഡിന്റെ പ്രോബ്ലം ചെയ്യുന്നതിന് വിത്ത് ആനിമേഷൻ പറഞ്ഞതാണ്. 10 പോയിന്റ്സിൽ 3 പോയിന്റ്സ് വേണം ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ അല്ലേ? നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ എത്ര വേണം? ഔട്ട് ഓഫ് 10 പോയിന്റ്സ് 3 പോയിന്റ് വേണം ട്രയാങ്കിൾ വരയ്ക്കാൻ. സോ ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ. ഇവിടെയോ? ഇവിടെ ഹൗ മെനി സെറ്റ് ഓഫ് നമ്പർ ഓഫ് പാരലലോഗ്രാംസ് ആ ചോദിച്ചേ. സോ പാരലലോഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം?
ഒരു സെറ്റ് ഹൊറിസോണ്ടൽ ലൈനും വേണം, ഒരു സെറ്റ് വെർട്ടിക്കൽ ലൈനും വേണം. അതായത് രണ്ട് ഹൊറിസോണ്ടൽ ലൈനും വേണം, രണ്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനും വേണം. സോ ഹൊറിസോണ്ടൽ 2 എണ്ണം, വെർട്ടിക്കൽ 2 എണ്ണം. 4 out of 4 2 horizontal and out of 3 2 horizontal. ഒന്ന് എഴുതി വെച്ചേരെ. Yes, out of 4 parallel lines you need 2 parallel lines to set 2 horizontal parallel lines, 2 vertical or inclined parallel lines. അപ്പൊ 4ല് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന 4 എണ്ണത്തിൽ 2 എണ്ണം വേണം, വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന 3 എണ്ണത്തിലും 2 എണ്ണം വേണം. സോ ദിസ് ഇസ് 4c2 into 3c2. ഇത് സോൾവ് ചെയ്യണം കേട്ടോ. 4 factorial divided by show caption is okay. മനസ്സിലായില്ല? Okay, 4 factorial divided by 2 factorial into 4 minus 2 factorial into 3 factorial divided by 2 factorial into 3 minus 2 factorial. Why into? Out of 4 horizontal lines 2 horizontal lines വേണം. And for and we use into, for or we use plus. Okay, and we use into, for we use plus. അപ്പൊ ഇത് മാത്രം പോരാ. out of 4 2 lines പോരാ, vertical അല്ലെങ്കിൽ inclined ആയിട്ട് out of 3 we need 2 parallel lines. So that's why we used this equation. Next question. Consider the function f of x is equal to mod x minus 3. Draw the graph of f of x. Okay, thank you DJ top 10. അഭിനവേ, എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് 3യുടെ ഗ്രാഫ് ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് കുറച്ച് വാല്യൂസ് എടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ എടുക്കുക, എഫ് ഓഫ് എക്സിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് 3. Modulus of 0 minus 3 is minus 3. Now, modulus of 1 minus 3 is minus 2. Modulus of minus 1, again 1 minus 3 is minus 2. Modulus of 2 is 2 minus 3 is minus 1. Modulus of minus 2 is 2 minus 3 is minus 1. So, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം അറിയാം, mod x minus 3 എന്നാണ്. പവർ എത്രയാ? 1 ആ. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ. എക്സിന്റെ പവർ 1 ആണ്. സോ വി ഗെറ്റ് സ്ട്രെയിറ്റ് ലൈൻ. എക്സിന്റെ പവർ 1 ആണെങ്കിൽ മാത്രം സ്ട്രെയിറ്റ് ലൈൻ. എക്സിന്റെ പവർ 2 3 എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ വി നെവർ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, വി ഗെറ്റ് കർവ്സ്. അതും മനസ്സിൽ വെക്കുക. എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട്. സോ ഗ്രാഫ് വരയ്ക്കാം. എക്സിന് 0 1 2 3 എക്സെട്ര, -1 -2 -3 എക്സെട്ര. എക്സിന് 0 കൊടുത്തപ്പോൾ എന്ത് വന്നു? എക്സിന് 0 കൊടുത്തപ്പോൾ y വാല്യൂ ഈസ് -3. ഇവിടെ ഉണ്ട് കേട്ടോ, -2 -1 എല്ലാവരും ഉണ്ട്. 1 2 3 ഓക്കെ. എക്സിന് 0 കൊടുത്തപ്പോൾ ഇനി പ്ലോട്ടിങ്, ഗ്രാഫ് പ്ലോട്ടിങ്. -3. 1 കൊടുത്തപ്പോൾ -2. -1 കൊടുത്തപ്പോഴും -2. Then 2 കൊടുത്തപ്പോൾ -1. -2 കൊടുത്തപ്പോൾ -2 കൊടുത്തപ്പോൾ -1. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. -2 കൊടുത്തപ്പോഴും -1. യെസ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ കേട്ടോ. എക്സിന്റെ വാല്യൂ അനുസരിച്ച് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ. ഇനി എക്സിന് 3 കൊടുത്താലോ? മോഡ് ഓഫ് 3 ഈസ് 3 3 minus 3 is 0. എക്സിന് -3 കൊടുത്താലോ? മോഡുലസ് ഓഫ് -3 is 3 minus 3 is again 0. സോ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഗ്രാഫ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3യുടെ ഗ്രാഫ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3യുടെ ഗ്രാഫ് ആണ് ഇത്. Now, domain and range of f of x. ഡൊമൈനും റേഞ്ചും എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഡൊമൈൻ is the value of x, range is the value of y അല്ലെങ്കിൽ f of x. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് വരും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ കൊടുത്താലും അതിന് ആൻസർ കിട്ടും. പോസിബിൾ സെറ്റ് ഓഫ് പോസിബിൾ ഇൻപുട്സ്. സോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. നൗ റേഞ്ച്. ഗ്രാഫ് നോക്കി റേഞ്ച് പറഞ്ഞേ. എവിടെ തൊട്ടാ? -3 ആണ് ഏറ്റവും താഴെ. y ആക്സിസിലാണ് റേഞ്ച് കിടക്കുന്നത്. -3 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. ലോവസ്റ്റ് വാല്യൂ ഇസ് -3 ഇൻക്ലൂഡിംഗ് -3. -3 തൊട്ട് ഏത് വാല്യൂ വേണേ ആകാം. -2 -1 0 പോസിറ്റീവ് വാല്യൂ അപ് ടു ഇൻഫിനിറ്റി വരെ പോകാം. സോ ഇൻക്ലൂഡിംഗ് -3
till infinity. This is the range -3 to -3 to infinity, including -3 till infinity. So this is the range. ഇനി ഡൊമൈൻ റേഞ്ച് തെറ്റിച്ചേക്കരുത്. പല ക്വസ്റ്റ്യൻ നമ്മൾ ഡൊമൈൻ റേഞ്ച് ചെയ്യുന്നുണ്ട്. പോസിബിൾ ഇൻപുട്സ് ആണ് ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ ഈ വാല്യൂസ്, പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രാഫിൽ എങ്ങനെ പറയാം? എക്സിന്റെ വാല്യൂ ഇസ് ഡൊമൈൻ, വൈയുടെ വാല്യൂ ഇസ് റേഞ്ച്. വൈക്ക് പോസിബിൾ ആയിട്ടുള്ള എവിടം തൊട്ടാ ഉള്ളത്? ഇവിടം തൊട്ട് ഇൻക്ലൂഡിങ് -3 till ഇൻഫിനിറ്റി. ഇവിടെ ഇങ്ങനെ ഈ വാല്യൂ എല്ലാം ഉണ്ട്. -3 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, till ഇൻഫിനിറ്റി. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ ഡെസിമൽ വാല്യൂസും ഉണ്ട്. നമുക്ക് ഈ പോയിന്റ് എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ആണ്. സോ -3 to infinity, ക്ലോസ്ഡ് ഇന്റർവൽ -3 to infinity. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? യെസ്, അതെല്ലാം ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. Find the sum of infinite terms of the GP. Infinite terms of GP ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അറിയാവുന്ന ഇക്വേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം R ടെസ്റ്റ് ചെയ്യണം. Okay. The common ratio R is the ratio of second term divided by first term. 3 cancel. 4/16 we get -1/4, which is less than 1. Less than 1 ആണെങ്കിൽ common ratio R less than 1 ആണെങ്കിൽ sum to n terms of the GP A into 1 minus R raised to n divided by 1 minus R. Now we have to find the sum to infinite terms. Infinite terms എന്ന് പറഞ്ഞാൽ it is S infinity is equal to A is the first term which is -3/4 into 1 minus what is R? R is -1/4. -1/4 whole raised to what is n? Sum to infinite terms of the GP. So -1/4 raised to infinity whole divided by 1 minus -1/4. ഒരു മൈനസും വെറുതെ വിട്ട് കളയരുത്. 1 minus R. R is -1/4. Now a negative value raised to infinity is 0. ഇതെങ്ങനെയാ 0 ആയി വന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാണ്. നെഗറ്റീവ് വാല്യൂ റേസ് ടു ഇൻഫിനിറ്റി 0 എങ്ങനെയാണ് എന്ന് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സമയത്ത് പറഞ്ഞു തന്നാണ്. So what will be the final answer? -3/4 into 1. 1 minus 0 is 1. 1 minus -1/4. 1 plus 1/4. LCM എടുക്കുമ്പോൾ എന്ത് വരും? 4 plus 1/4 which is 5/4. So 1/5/4 വരുമ്പോൾ എന്ത് വരും? -3/4 into 4/5 എന്ന് വരും. 4 and 4 will get cancelled and the final answer is -3/5. Okay, simply solve it. Next one. Sum of first three terms. ഇത് ഇന്നലെ ചെയ്യിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. Sum of first three terms and product. Sum product ചോദിച്ചാൽ first term is A/R, second term is A and third term is AR. ഇത് ഇന്നലെ ചെയ്യിപ്പിച്ചാണ്. ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി. ഇന്നലെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ്സിലും ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമൺ റേഷ്യോ ടേംസ് കണ്ടുപിടിക്കാൻ. Geometry progression. Sum of first three terms and product തന്നിട്ടുണ്ടെങ്കിൽ you should take the three terms like this. Yes, first ടേമിന് A/R എടുക്കുക, സെക്കൻഡ് ടേമിന് A എടുക്കുക. പ്രൊഡക്റ്റ് എന്ന വാക്ക് കണ്ടാൽ മാത്രം. കാരണം എന്താ? A/R into A into AR ചെയ്യുമ്പോൾ R വെട്ടിപ്പോകാൻ വേണ്ടി മാത്രം A/R ഫസ്റ്റ് ടേമിന് എടുക്കുക. ഇന്നലെ ചെയ്യിപ്പിച്ചതാണ്. Find the number of words. Okay, നോക്കിയേ. Find the number of words with or without meaning which can be made by using all the letters of the word Ganga. ഇതുവരെ വരാത്തൊരു സ്ഥലമാണ് ഗംഗയാണ്. സോ ഗംഗ എന്നുള്ളത് എന്താണ്? ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ് ആണെങ്കിൽ വി ഗോ ഫോർ പെർമ്യൂട്ടേഷൻ. ആൽഫബറ്റ് ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. നൗ ഓൾ ദ വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ്. മീനിങ് ഒരു വിഷയമല്ല. ഇനി അത് വെച്ചിട്ട് എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടാക്കാം? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ G എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 2 times. A എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 2 times. So 5 factorial divided by 2 factorial into 2 factorial ആയിരിക്കും. ഇത് സോൾവ് ചെയ്താലേ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, 5 into 4 into 3 into 2 factorial divided by 2 factorial is 2 into 1 into 2 factorial. 2 factorial cancel. 4/2 is 2. 5 into 2 is 10. 10 into 3 is 30. So 30 words can be made using all the letters of the word Ganga. Second question നോക്കിക്കേ. Second question എന്താ? If the words are written as in a dictionary. ഏത് വേർഡ്സ് ആ? ഇങ്ങനെ ചോദിക്കുമ്പോൾ സബ്സെക്ഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്സെക്ഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം
It is related to the first question. ചുമ്മാ ക്വസ്റ്റ്യൻ വായിച്ചു. ഇഫ് ദ വേർഡ്സ് ആർ റിട്ടൺ ആസ് എ ഡിക്ഷണറി വാട്ട് വിൽ ബി ദ 26th വേർഡ്? ഏത് വേർഡ്സ് റിട്ടൺ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ബാക്കിയാണ് സെക്കൻഡ്. എയുടെ ബാക്കിയാണ് ബി. നോക്കിക്കേ, എയുടെ ബാക്കിയാ ബി, സി യുടെ ബാക്കിയല്ല കേട്ടോ. ഇഫ് ദി വേർഡ്സ് ആർ റിട്ടൺ ആസ് എ ഡിക്ഷണറി, ഏത് വേർഡ്സ്? ഈ 30 വേർഡ്സ് ഗംഗ എന്ന് പറഞ്ഞ വേർഡിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചൊക്കെ 30 വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ആ 30 വേർഡ്സിനെ നമ്മൾ ഡിക്ഷണറിയിലെ പോലെ എഴുതുക. ഡിക്ഷണറിയിൽ എങ്ങനെ എഴുതുന്നേ? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഡിക്ഷണറിയിൽ കിടക്കുന്നത് അല്ലേ? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഡിക്ഷണറിയിൽ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുവാണെങ്കിൽ 26ാമത്തെ വാക്ക് എത്രയായിരിക്കും? സോണിയാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു? ഓക്കെ, 26. സോ 30 വാക്കുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയാൽ 26ാമത്തെ വാക്ക് എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം എന്തായിരിക്കും? 26 നമ്മൾ എഴുതാൻ പോകുന്നില്ല, നമുക്ക് എക്സാമ്പിൾ ഇരുന്ന് അത് എഴുതി കഴിക്കാൻ സമയമില്ല. സോ ഗംഗയാണ് നമ്മുടെ വാക്ക്. ഗംഗ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എ വെച്ചു, പിന്നെ ജി വെച്ചു, എൻ വെച്ചു. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വേർഡ് അല്ലേ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ ലെറ്റേഴ്സ് എല്ലാം കൂടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് വേർഡ് ഏതാ? എ ജി ജി എൻ. ഓക്കെ, ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഒരിടത്തും പോകുന്നില്ല. യെസ്, എ ജി ജി എൻ വിൽ ബി ദ ഫസ്റ്റ് വേർഡ്. അപ്പൊ നമുക്ക് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ നോക്കാം. 26th വേർഡ് ആണ് നമുക്ക് വേണ്ടത്. സോ എ വെച്ച് എത്രയാണ് സ്റ്റാർട്ട് ചെയ്യും? എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഈസ് എ. ഫിക്സ്ഡ് ആണ്. എ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് ലെറ്റർ ഈസ് എ. ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്? 4 പൊസിഷൻ ഉണ്ട്. 4 പൊസിഷനിൽ ജി 2 തവണ റിപ്പീറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് പൊസിഷന് സ്ഥാനമില്ല. എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ്. വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ദ ഫസ്റ്റ് പൊസിഷൻ ഗോസ് ഫോർ എ. പിന്നെ 4 പൊസിഷൻ ഉണ്ട്. ഫസ്റ്റ് പൊസിഷൻ എ ആണ്. ഇനി 4 പൊസിഷനിൽ ആർക്കൊക്കെ ഉണ്ട് ചാൻസ്? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ജി 2 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്താണ്? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഈ 4 പേരിൽ ജി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. റെപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ അതിന്റെ നമ്പർ ഓഫ് ഫാക്ടോറിയൽ. ഇനി what is 4 factorial divided by 2 factorial? 4 into 3 into 2 factorial divided by 2 factorial. 12 ഉണ്ട്. അപ്പൊ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 വേർഡ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 12 വാക്ക് നമുക്ക് 26ാമത്തെ വാക്കാണ് വേണ്ടത്. 30 വാക്കിൽ 26ാമത്തെ വാക്കാണ് നമുക്ക് വേണ്ടത്. സോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ലെറ്റർ എ ആണ്. എ വെച്ച് 12 വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് ലെറ്റർ എ വെച്ചിട്ട് 12 വേർഡ്സ് ഉണ്ട്. പിന്നെ അപ്പൊ 13ാമത്തെ വേർഡ് ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 13ാമത്തെ വേർഡ് ജി വെച്ച് സ്റ്റാർട്ട്. കാരണം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 12 ലെറ്ററേ ഉള്ളൂ. കഴിഞ്ഞു. എ വെച്ചിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വേർഡ് ഏതായിരിക്കും? ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വേർഡ്. 13ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ജി വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എ വെച്ച് 12 എണ്ണം കഴിഞ്ഞു. 13ാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജി വെച്ചിട്ടായിരിക്കും. സോ വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും? ജി എന്ന പൊസിഷൻ പോയി. പിന്നെ 4 പൊസിഷൻ ഉണ്ട്. ആ 4 പൊസിഷനിൽ 2 എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ജി വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ ജി എൻ. സോ 2 എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തത് ആരാ? 2 G's ഉണ്ടായിരുന്നു. ജി വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 A's ഉണ്ടായിരുന്നു. ഓക്കെ, യു ആർ അഗൈൻ ഗെറ്റിംഗ് 12. 4 factorial divided by 2 factorial is equal to 12. So 12 plus 12, yes, 12 plus 12, 24 words വരെ കിട്ടി. യെസ്, എ വെച്ചുള്ള എല്ലാം 12 ആയി. അത് കഴിഞ്ഞിട്ട് 13th വേർഡ് ജി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. 12 വേർഡ്സ് ഉണ്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ജി. സോ 12 plus 12, 24 വേർഡ്സ് കിട്ടി. എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ജി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വെച്ചിട്ടാ? പിന്നത്തെ ആൽഫബറ്റ് ഏതാ? എൻ. സോ എൻ വെച്ചിട്ടായിരിക്കും 25th വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വെച്ചിട്ടാ? സ്റ്റാർട്ടിംഗ് വിത്ത് എൻ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തത് 12 എണ്ണം. അത് കഴിഞ്ഞ് ജി വെച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ 12 എണ്ണം. സോ 24 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത ആൽഫബറ്റ് ഏതാ? എൻ. എ വെച്ചുള്ളത് കഴിഞ്ഞു, ജി വെച്ചുള്ളത് കഴിഞ്ഞു. എൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് വേർഡ് ആണ് 25th വേർഡ്. എൻ വെച്ചിട്ട് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
N വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ N. Again follow the alphabet. A, A, G, G. ഫസ്റ്റ് പൊസിഷൻ N വന്നു. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ആദ്യം ഏതാ? A. A എല്ലാം വന്നു, G വന്നു. So this is a 25th word. 26th word എങ്ങനെ ആയിരിക്കും? 26th word എങ്ങനെ ആയിരിക്കും? N വെച്ച് സ്റ്റാർട്ട് ചെയ്തു. A. പിന്നെ എന്ത് ചെയ്യാം? ഓൾറെഡി A വന്നു. പിന്നെ ആരായിരിക്കും അടുത്തത്? G. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. നോക്കിക്കേ, ഫസ്റ്റ് 25th വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് N വെച്ചിട്ടാണ്. അഗെയിൻ അഗെയിൻ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് 2 A വന്നു, 2 G വന്നു. ദാറ്റ്സ് ദ 25th വേർഡ്. വി വാണ്ട് ദി 26th വേർഡ്. 26th വേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? N കഴിഞ്ഞു, A കഴിഞ്ഞു, പിന്നെ അടുത്ത ആൽഫബറ്റ് G കഴിഞ്ഞു, പിന്നെ again following the alphabetical order A, G. So this will be the 26th word. Previous year question ആണ്. Clear അല്ലേ? 26th word. ഇത്രാമത്തെ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? സെക്കൻഡ് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര എണ്ണമാണ്? സോ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് 12 എണ്ണം ഉണ്ടായിരുന്നു, സെക്കൻഡ് വൺ വെച്ചിട്ട് 12 എണ്ണം ഉണ്ടായിരുന്നു. സോ 12 + 12 24. 25th വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ലെറ്റർ വെച്ചിട്ട്, ദാറ്റ് ഇസ് N വെച്ചിട്ട്. ഓക്കെ, ഡൺ. Group consists of 4 girls and 7 boys. This is the change. 4 girls and 7 boys. In how many ways can a team of 5 members be selected in the team if the team should have at least 3 girls? At least 3 girls എന്ന് വെച്ചാൽ 3 girls from 4 girls and 2 boys from 7 boys plus or എങ്ങനെ എഴുതാം? 4 girls from 4 girls and 1 boy from 7 boys. ഇത് എഴുതൂലോ, ഇത് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എങ്ങനെ വരും? 4C3 into 7C2 plus 4C4 into 7C1. That is the answer. അല്ല, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല ഒറ്റയടിക്ക്. ടോട്ടൽ 5 മെമ്പേഴ്സ് ആണ്. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 ഗേൾസോ വേണം അല്ലെങ്കിൽ 4 ഗേൾസ് വേണം. 3 ഗേൾസ് ആണെങ്കിൽ പിന്നെ 2 ബോയ്സ്, 4 ഗേൾസ് ആണെങ്കിൽ പിന്നെ 1 ബോയ്. 5 ഗേൾസ് പറ്റില്ല, കാരണം ടോട്ടൽ 4 ഗേൾസേ ഉള്ളൂ. ഇത് ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. Okay, so next question. Sum to n terms of the sequence. ഈ മോഡൽ ഇന്നലെ ചെയ്യിപ്പിച്ച, ഇന്നലത്തെ വീഡിയോയിൽ ഏതായിരുന്നു? ഇന്നലത്തെ വീഡിയോയിൽ ചെയ്യിപ്പിച്ചത് 4 + 44 + 444 + എന്നുള്ള സംഭവമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ചെയ്യിപ്പിച്ചത്. Here in the place of 4 we have 7. So എന്ത് ചെയ്യണം? Divide and multiply by 9. ആ 9 10 - 1 100 - 1 എന്നുള്ള രീതിയിലാക്കി എഴുതുക and form the GP and use the equation. Find the value of x if the numbers 4/3 x 3/4 are in geometric progression. So geometric progression ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? Geometric progression ആണെങ്കിൽ they will have a common ratio. Second term divided by first term is the common ratio, which is again the third term divided by fourth term. Second term divided by first term ആയിരിക്കും എന്ത്? Common ratio. അത് തന്നെയായിരിക്കും എന്ത്? Third term divided by the second term. Common ratio കണ്ടിട്ട് geometric progression പ്രത്യേകത എന്താ? They have a They have a common ratio which is the second term divided by first term, which is again the third term divided by the second term. So ഇത് എന്ത് ചെയ്യാ? സോൾവ് ചെയ്യുക. x/4/3 എന്ന് പറയുമ്പോൾ 3x/4 is equal to 3/4/x വരും അല്ലേ? 3/4x വരും. Yes, 3/4x. Yes, that is right. So now you get x² is equal to 1, which implies x is equal to 1 എന്ന് നമുക്ക് കിട്ടും. You get the answer like this. I think so. Yeah. അല്ലെങ്കിൽ x² √3 ആണ്. Okay, fine. അത് anyways solve ചെയ്യുക. Now find the nth term of the geometric progression. nth term എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നേ? Sir, ഇത് താഴോട്ടൊന്നും ഇല്ല. പതിനെട്ട് താഴോട്ട്. തരൂ please. Find the nth term. nth term എന്താ? ആദ്യം r കണ്ടുപിടിക്കുക. Common ratio r is 3 divided by √3. Which is √3? √3 is 1.73, so that is greater than 1. R greater than 1 ആണെങ്കിൽ nth term. Oh, r greater than 1 ആണെങ്കിലും less than 1 ആണെങ്കിലും it doesn't matter. A into r raised to n minus 1. So first term √3 into √3 raised to n minus 1. അത് simplify ചെയ്ത് എഴുതുക. എന്ത് വരും? A into r raised to r is √3. 3 divided by √3 is √3. Nth term √3 raised to n minus 1, which is √3 raised to 1 into √3 raised to n into √3 raised to minus 1.
A raised to m into A raised to n is A raised to m plus n. 1 minus 1 is 0. Root 3 raised to 0 is 1. So the answer is root 3 raised to n. Okay. Now find. ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. Use the equation for binomial theorem. Binomial theorem equation എന്താ? A plus b whole raised to n is equal to nc0 A raised to n plus nc1 A raised to n minus 1b plus nc2 A raised to n minus 2b square plus അതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് you use the values root 3 plus 2 and root 3 minus 2 to solve this question. Next one. Let x is a prime number less than 11. Sorry. 11 നെ കാട്ടിലും ചെറിയ പ്രൈം 11 നെ കാട്ടിലും ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7. ലെസ് ദാൻ 11 എന്നാ ചോദിച്ചത്. സോ 11 വേണോ? ലെസ് ദാൻ 11 ചോദിച്ചാൽ 11 വേണ്ട. സോ 2, 3, 5, 7. Now b is an integer such that 2 less than or equal to x less than or equal to 8. 2 ന്റെയും 8 ന്റെയും ഇടയ്ക്കുള്ള including 2 and 8 ഏതൊക്കെയാ? ഇതാണ് b. A intersection b എഴുതാലോ. A intersection b is set 2, 3, 5, 7. Now what is the probability of getting? നോക്കിയ ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. Probability of getting a subset of 3 elements from the set of subsets of C. എന്തോ അത്? Okay. ആദ്യമേ നമുക്ക് C എഴുതി നോക്കാം. അതായിരിക്കും അറിയത്തിൽ നല്ലത്. C is equal to A intersection b. 2, 3, 5, 7. This is C. A intersection b is set 2, 3, 5, 7. Common to both A and B. Now ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? C 2, 3, 5, 7 ഉണ്ട്. പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ you have a fraction, you have a numerator, you have a denominator. ഇനി എന്താണ് പ്രോബബിലിറ്റി? A subset of 3 elements. അപ്പൊ 3 elementsന്റെ സബ്സെറ്റാ. അപ്പൊ C എന്ന് പറയുന്ന സർ Yes, C എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. C is set 2, 3, 5, 7. അതിന്റെ സബ്സെറ്റ് വേണം. ഏതാ സബ്സെറ്റ് വേണ്ടത്? ഏതൊക്കെയാ സബ്സെറ്റ് വേണ്ടത്? എല്ലാം എഴുതിയേക്കാം. ഇല്ലെങ്കിൽ പിന്നെ അതേ സമയം എല്ലാം എഴുതാൻ നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ. 5 സിംഗിൾട്ടൺ സെറ്റ്, 3, 5 ഇതൊക്കെയാണ് ഇതിന്റെ സബ്സെറ്റ്. 2, 3, 5, 7 സിംഗിൾട്ടൺ കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം വെച്ചിട്ട് 2ഉം 3ഉം എഴുതി. പിന്നെ 2ൽ തുടങ്ങിയ 2ന്റെ എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് എഴുതാവുള്ളൂ. ഓർഡറിൽ എഴുതി പോവുക. ഇല്ലെങ്കിൽ ഏതാണ് എഴുതിയത് ഏതാണ് എഴുതാത്തതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ എന്ത് ചെയ്യുക? എപ്പോഴും ഓർഡറിൽ തന്നെ എഴുതി പോവുക. 2ന്റെ കൂടെ 3 എഴുതി. ഇനി 3 തുടങ്ങരുത്. 2ന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം എഴുതിയിട്ടേ പോകാവുള്ളൂ. 2ന്റെ കൂടെ 5 എഴുതാം, 2ന്റെ കൂടെ 7 എഴുതാം. ഇങ്ങനെയാണ്. തെറ്റാതെ ഓർഡർ ഒന്നും വിട്ടുപോകാതെ എഴുതുന്നത്. ഇങ്ങനെ ഓർഡർ തന്നെ എഴുതി പോവുക. 2ന്റെ കൂടെ 3 എഴുതി, 2ന്റെ കൂടെ 5 എഴുതി, 2ന്റെ കൂടെ 7 എഴുതി. അടുത്തത് കഴിഞ്ഞു. കഴിഞ്ഞില്ല. ഇനി ആരുണ്ട്? 3 ഉണ്ട്. 3യുടെ കൂടെ ആരെയൊക്കെ എഴുതാം? 3യുടെ കൂടെ 5നെ എഴുതാം, 3യുടെ കൂടെ 7നെ എഴുതാം. 3യുടെ കൂടെ 2നെ ഓൾറെഡി എഴുതിയതാണ്. ഓക്കെ, 3യുടെ കൂടെ 5നെ എഴുതാം, 3യുടെ കൂടെ 7നെ എഴുതാം. ഇനി ലാസ്റ്റ് ആരെ എഴുതാം? 5നെ 7നെ എഴുതാം. അപ്പൊ 2 പേരുടെ കഴിഞ്ഞു. ഇനി 3 പേര്. Again starting with 3. 2, 3, 5. ആദ്യത്തെ 3 എഴുതി. പിന്നെ 2ന്റെ കൂടെ ആരെ എഴുതാം? 2ന്റെ കൂടെ 5നെ 7നെ എഴുതാം. 3യെ കളഞ്ഞു. ഫസ്റ്റ് 1ൽ 7നെ കളഞ്ഞു. 2 ഓരോന്നിനെ കളഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ പോട്ടെ. 2, 3, 5, 2, 5, 7. 2ന്റെ കൂടെ ഉള്ളത് കഴിഞ്ഞു. പിന്നെ ആരുടെ കൂടെ ഉള്ളതാ? 3, 5, 7. 3 വെച്ചിട്ട് 2ന്റെ കൂടെ ഉള്ളത് 2 എഴുതി. പിന്നെ 3യുടെ കൂടെ ഉള്ളത് എഴുതി. 5ന്റെ കൂടെ ഉള്ളത് എഴുതാൻ പറ്റുമോ? കാരണം മിനിമം 3 വേണം. ഒന്നുമില്ലാത്തത് എംപ്റ്റി സെറ്റ്, സിംഗിൾട്ടൺ 2, 3. ലാസ്റ്റ്ലി we have the set 2, 3, 5, 7. 16 ആയോ എന്ന് നോക്കിയേ. So this is how you write the subsets. അപ്പൊ സബ്സെറ്റ് എഴുതി. ഓക്കെ, ഇനി എന്താ ചോദിച്ചേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഇതാണ് സബ്സെറ്റ് ഓഫ് സി. ഇതൊക്കെയാണ് ഫ്രം ദ സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് സി. ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഒരെണ്ണം വിട്ടു പിള്ളേരെ. ടോട്ടൽ 16. യെസ്, ഇത് കൂട്ടിയില്ല. യെസ്, ഇതോടെ കൂട്ടി കഴിഞ്ഞാൽ 16. യെസ്, യു ഹാവ് 16 സബ്സെറ്റ്. ആ 16 കാരണം എന്താ? 4 elements ഉണ്ടെങ്കിൽ total number of subsets is 2 raised to 4, which is 16, including the empty set 5. So 16 subsetല് probability of getting a subset of 3 elements. അപ്പൊ 3 elements ഉള്ള subset ഏതൊക്കെയാ? Yes, 2, 3, 5, 3, 5, 7, 2, 5, 7. Yes, that's it. Okay, അപ്പൊ എത്ര എണ്ണം ഉണ്ട്?
മൂന്നെണ്ണം ഉണ്ട്. സോ ഔട്ട് ഓഫ് 16 മൂന്നെണ്ണം. സോ വാട്ട് വിൽ ബി ദ പ്രോബബിലിറ്റി? 3/16 will be the probability. Subset of C യിൽ subset of C എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. അതിൽ 3 എലമെന്റ് ഉള്ള സബ്സെറ്റ്, 3 എലമെന്റ് ഉള്ള സബ്സെറ്റ് ഏതാ? 2, 3, 5, 2, 5, 7 and 3, 5, 7. 3 എലമെന്റ് ഉള്ള സബ്സെറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി is 3/16. മനസ്സിലായില്ലേ? സബ്സെറ്റ് ഓഫ് C എഴുതി, 16 സബ്സെറ്റ് എഴുതി. ആ 16 ചോദിച്ചെന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സബ്സെറ്റ് ഓഫ് 3 എലമെന്റ്സ് ഫ്രം ദി സബ്സെറ്റ് ഓഫ് C. അതായത് സിയുടെ സബ്സെറ്റ് എഴുതിയപ്പോൾ 16 എണ്ണം കിട്ടി. ഈ 16 എണ്ണത്തിൽ 3 എലമെന്റ്സിന്റെ സബ്സെറ്റ് ഏതൊക്കെയാ? 2, 3, 5, 2, 5, 7, 3, 5, 7. 3 എണ്ണം ഉണ്ട്. സോ 3 എണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി is 3/16. ഓക്കെ ഫൈൻ. Now if f is a signum function എന്താ? signum function means sine function. 0 ക്ക് 0 and positive values yes. പോസിറ്റീവ് വാല്യൂസിനെല്ലാം 1, 2, 3, 7 വന്നില്ലേ? യെസ്. 2, 3, 7 ഒരെണ്ണം കൂടെ ഉണ്ട്. വെരി ഗുഡ്. അതാണല്ലേ ആഷ്ന ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നത്. യെസ്, ഇതിനകത്ത് ഒരു സെറ്റ് ഉണ്ട്. നോക്കിക്കേ, 2, 3, 5 then 2, 3, 7 ഉണ്ട്. 2, 3. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? 3 എണ്ണം എഴുതുമ്പോൾ ഓരോന്നിനെ കളഞ്ഞിട്ട് എഴുതുക. ഫസ്റ്റ് 2നെ കളഞ്ഞ ഏത് കിട്ടും? 3, 5, 7 കിട്ടും. 3, 5, 7 കിട്ടും. സെക്കൻഡ് എലമെന്റ് 3യെ കളഞ്ഞാലോ 2, 5, 7 കിട്ടും. തേർഡ് എലമെന്റ് 5നെ കുറച്ചാലോ 5നെ കളഞ്ഞാലോ 2, 3, 7 ആൻഡ് ഫോർത്ത് എലമെന്റ് 7നെ കുറച്ചാല് 2, 3, 5. സോ അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാതെ ഒഴിവാക്കാതെ അത് 4 എണ്ണത്തില് 3 എണ്ണത്തിന്റെ സെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ സെറ്റിലും ഒരു എലമെന്റ് ഇല്ലാതെ എഴുതണം. അപ്പം മൊത്തത്തിൽ 4 സെറ്റ് ഉണ്ട്. ആൻഡ് ദ പ്രോബബിലിറ്റി ഈസ് 4/16 നോട്ട് 3/16. 4/16 which is equal to 1/4. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? മുമ്പ് എഴുതിയപ്പോ കറക്റ്റ് അല്ലായിരുന്നോ? യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, ഇപ്പോഴാണ് 16 ആയത്. യെസ്, 16 സെറ്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു കിരൺ. ഓക്കെ ഫൈൻ. അപ്പം 1/16 സോറി 4/16 which is equal to 1/4 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, if f is a signum function. signum function എന്താ? സൈൻ ഫംഗ്ഷൻ. സൈൻ പോസിറ്റീവ് നമ്പേഴ്സിന്റെ സൈൻ എന്താ? +1. നെഗറ്റീവ് നമ്പേഴ്സിന്റെ സൈൻ എന്താ? -1. സീറോയ്ക്ക് സൈൻ ഉണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടിയാൽ മതിയേ. സിഗ്നം ഫംഗ്ഷൻ. അപ്പൊ f of 100 വെച്ച് എന്തായിരിക്കും? 100 is a positive value. സോ പോസിറ്റീവ് വാല്യൂ ആയ 100ന്റെ സൈൻ എത്രയാണ്? +1. Now f is equal to set a full ordered pair 1, 1, 2, 3, 0, -1. Sorry, എല്ലാത്തിലും സ്ലൈഡ് ഇട്ടോ. 0, -1, -1, -3 be a function from set to set, from integers to integers, defined by f of x is equal to ax plus b for some integers a and b. Yes, you have yes some integers a and b. Determine a and b. അപ്പോൾ a യും b യും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ ഈ സെറ്റ്? ഈ സെറ്റ് എന്താ? x f of x. ഇതല്ലേ ഈ സെറ്റ്? എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ f of x, the domain, this is the domain, this is the range അല്ലേ? എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ f of x ന് കിട്ടുന്ന വാല്യൂസ് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. സോ f of x ന്റെ ഇക്വേഷൻ എന്താ? f of x is equal to ax plus b എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എക്സിന് 1 കൊടുത്തപ്പോൾ a into 1 plus b എന്ന് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 1 കൊടുത്തപ്പോൾ 1 കിട്ടി. a plus b 1 കിട്ടി. ഇനി എക്സിന് 2 കൊടുത്തപ്പോഴോ 2a plus b is equal to എത്ര കിട്ടി? 3 കിട്ടി. എക്സിന് 0 കൊടുത്തപ്പോഴോ 0 into a is 0. 0 plus b is equal to -1 എന്ന് കിട്ടി. സോ ഇനി മൊത്തം എഴുതുന്നത് ചെയ്യണോ? വേണ്ട. b is equal to -1 എന്ന് കിട്ടി. and a plus b is equal to 1, which means a minus 1 is equal to 1 or a is equal to 1 plus 1, 2. We got the values of a and b. a is equal to 2, b is equal to -1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഈ തന്നിരിക്കുന്ന ഓർഡർഡ് പെയറിൽ നിന്നും എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ രണ്ട് ഇക്വേഷനിൽ നിന്നും എന്ത് കിട്ടി? we got the value of b and we got the value of a. Okay, now third question, let g of x is equal to 2 minus 3x where x belongs to r and h of x is equal to x square minus 3x plus 2 where x belongs to r be two function. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, g of x ഉം h of x ഉം. Find the range of g of x. g of x ഏതാ?
g of x is equal to 2 minus 3x. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടേ? എക്സിന് പല വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ g of x എന്ത് കിട്ടുന്നോ അതാണ് റേഞ്ച്. ഡൊമൈൻ എക്സിന്റെ പോസിബിൾ, റേഞ്ച് ജിയുടെ പോസിബിൾ. നോക്കിക്കേ 0 1 -1 2 -2. ഇതെന്തിനാ ഞാൻ ഈ വാല്യൂസ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we take 0, we take the positive values, we take the negative values. സോ ഇത് പല റേഞ്ചും എടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ വരുന്ന അറിയാൻ വേണ്ടിയാണ് പോസിറ്റീവ് നെഗറ്റീവ് 0 വാല്യൂസ് എടുക്കുന്നത്. നൗ സബ്സ്റ്റിറ്റ്യൂട്ട്. എക്സിന് 0 കൊടുത്തു, യു ഗോട്ട് g of x is equal to 2. 1 കൊടുത്തു, 2 minus 3 is -1. -1 കൊടുത്തു, 2 plus 3 is 5. Now 2 കൊടുത്തു, 2 minus 6 is equal to -4. 2 minus 6 അല്ല, 3 into 2 is 6. Yes. -2. 3, yes. -3 into -2 is 6. 6 plus 2 is 8. So ഏത് വാല്യൂ വേണം വരും? പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം. സ്ക്രീൻ കാണും. ഓക്കെ. സോ പോസിറ്റീവ് വാല്യൂ കൊടുത്തു, 0യും പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് മിക്സ്ഡ് ആയിട്ടാ വന്നത്. നോക്കിക്കേ, പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ച് കാണുന്നുണ്ടോ? ഇല്ല. പർട്ടിക്കുലർ റേഞ്ച് കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നുണ്ടോ പിള്ളേരെ? യെസ്, കാണുന്നില്ല. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് വിൽ ബി the set of real numbers R. So range will be the set of real numbers R. Next one, domain of g of x by h of x. g of x divided by h of x. g of x എന്താ? 2 minus 3x divided by x square minus 3x plus 2. Domain എന്ന് പറഞ്ഞാൽ the possible values of x. Possible values of x. x ആണ് domain. ആണല്ലോ. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് ഡൊമൈൻ. എഫ് ഓഫ് എക്സിന്, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ എക്സിന് പോസിബിൾ അല്ലാത്ത വാല്യൂസ് ഏതൊക്കെയാ? ഒരു ഫ്രാക്ഷനിൽ ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ എക്സിന് പോസിബിൾ അല്ലാത്ത വാല്യൂ ഇതാ. ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല ഫോർ എ ഫ്രാക്ഷൻ. സോ ഇത് സോൾവ് ചെയ്യുക. x square minus 3x plus 2 സോൾവ് ചെയ്യുക. ഐ തിങ്ക് the value of x is 2 minus 2 minus 1. Yes, 2 1 is the value. So x ന് 2 1 അല്ലാതെ ബാക്കി എന്തും കൊടുക്കാം. r minus set 1 2. x സോൾവ് ചെയ്യുമ്പോൾ you will get 1 and 2 as the values. So 1 ഉം 2 അല്ലാതെ വേറെ ഏത് വാല്യൂ, ഏത് റിയൽ നമ്പറും കൊടുക്കാം. So r minus set 1 2 is the domain of this function. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ട്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ള ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ട് you are asked to find the domain. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. സോ എക്സിന് എന്തൊക്കെ പോസിബിൾ ആണ്? എന്തും പോസിബിൾ ആണ് other than the denominator should not be equal to 0. Denominator 0 ആയി കഴിഞ്ഞാൽ the function will go to infinity. So infinity പോകാതിരിക്കാൻ denominator should not be equal to 0. So ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. എക്സിന്റെ വാല്യൂ 1 ഉം 2 ഉം കിട്ടും. 1 ഉം 2 അല്ലാതെ വേറെ ഏത് റിയൽ നമ്പറും കൊടുക്കാം. Next one, number of terms in the expansion. ഇത് ഇന്നലെ ചെയ്തതാ. a plus b whole raised to n ന്റെ expansion ആണെങ്കിൽ there will be n plus 1 terms in the expansion for a plus b whole raised to n. So first എന്ത് ചെയ്യണം? x square minus 2x plus 1 നെ a plus b whole raised to n ഫോമിൽ എഴുതണം. ആൻഡ് ഇത് ഇന്നലെ ചെയ്തതാണ്. a plus b whole raised to form x minus 1 the whole square എന്ന് എഴുതാം. So x minus 1 whole square, x square minus 2x plus 1 the whole raised to 20a, x minus 1 the whole square the whole raised to 20 എന്ന് എഴുതാം. a raised to m the whole raised to n is equal to a raised to m into n, which means x minus 1 the whole raised to 2 into 20, that is 40. So the number of terms is 40 plus 1 and that is 41. Now let 1 plus x the whole raised to n is equal to എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 1 plus x binomial theorem ആണ്. 1 plus x the whole raised to n is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ടുണ്ട്. The value of nc0 plus nc1 plus nc2 plus etc ncn. അതായത് മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ 1 എക്സിന്റെ സ്ഥാനത്തില്ല, എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എല്ലായിടത്തും എന്താണ്? കമ്പയർ ചെയ്തേ, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തേ. എക്സ് വന്നിടത്തെല്ലാം എന്താണ്? എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് വന്നിടത്തെല്ലാം we have 1. So in the place of x we have 1. Comparing with the equation, comparing with 1 plus x whole raised to n with the expansion of
Comparing with the expansion of 1 plus x the whole raised to n, we get in the place of x we have 1. Therefore, the value of 1 plus x the whole nc0 plus nc1 plus nc2. നോക്കിയേ x square x cube x raised to n എല്ലായിടത്തും എന്താ 1 വന്നു. nc0 into 1 nc1 into 1 square nc2 into 1 cube etc. ncn into 1 raised to n. Sir. Yes, so in the place of x we have 1. So 1 plus 1 the whole raised to n, which is equal to 2 raised to n, is the solution for this question. Compare ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് compare ചെയ്യുക. And in the place of x we substituted 1. 1 plus 1 is 2. So 2 raised to n is the answer for this. Next question. Value of I raised to 4. Either you can write directly 1 or you can write I raised to 4 is equal to I square the whole square. What is I square the whole square? Minus 1 the whole square, which is equal to 1. ഇങ്ങനെ എഴുതാം. X plus I raised to 39 in A plus IB form. അറിയാലോ? A plus IB form. I raised to 39 എന്ത് വരും? I raised to 38 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 39 40. I raised to 90 അല്ല തിരിഞ്ഞു. Yes. I square the whole raised to 19 into I. Yes. 2 into 19 is 38. 38 plus 1 is 39. So I square is minus 1. Minus 1 raised to an odd number is minus 1. So minus I will be the answer. Ini answer idana. We have to express in A plus IB form, which is 0 minus I. This is A plus IB form. Real part is 0. Imaginary part is minus 1. Express the multiplicative inverse of the number 1 plus I in A plus IB form. What do you mean by... Sir? Plain slide. What do you mean by multiplicative inverse? Multiplicative inverse എന്ന് പറഞ്ഞാൽ എന്താ? Multiplicative inverse എന്ന് പറഞ്ഞാൽ 1 by A plus IB. Okay, thank you. ഇട്ടോ എല്ലാത്തിനും ഇട്ടോ. Yes, A plus IB എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ multiplicative inverse is 1 by A plus IB. Additive inverse എന്ന് കേട്ടിട്ടുണ്ടോ? Additive inverse എന്ന് പറഞ്ഞാൽ inverse of addition, subtraction, inverse of multiplication, division. So 1 by A plus IB will be the multiplicative inverse of A plus IB. So A plus IB യുടെ സ്ഥാനത്ത് we have 1 plus I. So 1 by 1 plus I. ഇതിന് എന്ത് ചെയ്യണം? കോംപ്ലക്സ് കോൺജുഗേറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഡിനോമിനേറ്ററിൽ ഐനെ ഐ ഇരിക്കാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം നമ്മൾ ഐക്ക് അത്രയും ബഹുമാനം കൊടുക്കുന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക, ഫൈനൽ ആൻസറിനെ A plus IB ഫോമിൽ എഴുതുക. നെക്സ്റ്റ് വൺ, എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ A plus IB ഫോം. ഇതെന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 into 7 21 plus I into 7 into 3 I into 7 21I plus I into 7 7I plus I into 7. I into I is I square. I square is minus 1, so you get minus 7. അപ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. ഇത് 7 into 3 21 plus 21I plus 7 into I is 7I plus I square is minus 1, so minus 7. 21 minus 7 is 14 plus 28I. ഇതിനെ 14 into 1 plus 2I. ഇത് എഴുതിയാൽ മതി കേട്ടോ. A plus IB ഫോമിൽ എഴുതാൻ പറഞ്ഞു. So this is how you write in A plus IB form. A plus IB form. Simple, clear. Figure shows the graph of the function. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. Domain and range. Domain is the possible value of x. അതാണ് ഡൊമൈൻ. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? x is the domain. x ഏതൊക്കെ വരും? എല്ലായിടത്തും വാല്യൂ ഉണ്ട്, which is a set of real numbers. നോക്കിക്കേ, -∞ തൊട്ട് +∞ വരെ എല്ലായിടത്തും വാല്യൂ ഉണ്ട്. So domain is the set R, set of real numbers. ഇനി range എങ്ങനെ എഴുതാം? range നോക്കിക്കേ, എവിടം വരെ ഉണ്ട്? -∞ തൊട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ -∞ വന്നോണ്ടിരിക്കുക. വൈയുടെ വാല്യൂ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്രാഫിന്റെ വാല്യൂ. -∞ തൊട്ട് വന്നു. 0 ഉണ്ടോ? 0 ഇല്ല. 0യിലൂടെ ഓപ്പൺ ഇന്റർവെലാ, വട്ടമല്ലേ? ഇതന്നെ ഇപ്പൊ പറയുന്നത്. 0യുടെ അവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ്. മുകളില് 1ന്റെ അവിടെയാണ് എന്ത് കാണുന്നത്? ഇതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. ഇത് ഓപ്പൺ ഇന്റർവെലാ, വട്ടത്തിനകത്ത് കളർ ഇല്ല. ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, വട്ടത്തിനകത്ത് കളർ ഉണ്ട്. സോ ക്ലോസ്ഡ് ഇന്റർവെൽ ആയ സ്ഥിതിക്ക് -∞ തൊട്ട് എവിടം വരെ വന്നു? 0 ഉണ്ടോ? ഇല്ല. 0യുടെ അവിടെ ഓപ്പൺ ഇന്റർവെലാ.
പിന്നെ എവിടെയാ ഉള്ളേ? പിന്നെന്താ ഉള്ളേ? പിന്നെ സീറോയുടെ അപ്പുറത്തോട്ട് 0 തൊട്ട് 0യുടെ അപ്പുറത്തോട്ട് ഏത് പോയാലും വാല്യൂ എത്രയാ? വൈയുടെ വാല്യൂ എത്രയാ? വൈ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 തൊട്ട് ഏത് വാല്യൂ കൊടുത്താലും എന്താ വരുന്നേ? 1 ആ വരുന്നത് അല്ലെ? 1 അല്ലേ? ഇവിടെ 1 ആണ്. യെസ്, 0 2 4 6 8 ഗ്രാഫിൽ നടുക്ക് കിടക്കുന്നുണ്ട് 1 ആ വരുന്നത്. സോ യൂണിയൻ സെറ്റ് 1. ദിസ് ഇസ് ദ റേഞ്ച്. എങ്ങനെയാ റേഞ്ച് എഴുതിയത്? -∞ തൊട്ട് 0 വരെ ഉണ്ടായിരുന്നു. 0യ്ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. 0യുടെ ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്. സോ ഓപ്പൺ ഇന്റർവൽ 0 യൂണിയൻ പിന്നെ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 1, എക്സിന് 1 കൊടുത്താൽ വൈയുടെ വാല്യൂ 1, എക്സിന് 2 കൊടുത്താൽ വൈയുടെ വാല്യൂ 1, എല്ലാം 1. സോ -∞ to 0 ഓപ്പൺ ഇന്റർവൽ -∞ to 0 യൂണിയൻ സെറ്റ് 1. ഓൾവേസ് റൈറ്റ് സെറ്റ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഴുതി ഓർക്കുന്നുണ്ടോ? സെറ്റിന്റെ അകത്തെ എഴുതാവുള്ളൂ. സെറ്റ് 1. ദിസ് ഇസ് ദ റേഞ്ച്. ഫൈൻഡ് f of 0 and f of -0.01. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? f of 0, what is f of 0? At 0, at x is equal to 0, the value of y is കുറെ കളർ അടിച്ചു വെച്ചു, എങ്ങനെ മനസ്സിലാവണം? x 0 ആയപ്പം ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആ, മോളിലാണ് വാല്യൂ ഓഫ് y. നിങ്ങൾ ഫോൺ ഒന്ന് സൂം ചെയ്തേ. യെസ്, x 0 ആയപ്പോൾ വാല്യൂ ഓഫ് y is 1. ബട്ട് x -0.01, 0യെക്കാട്ടിലും തൊട്ട് മുൻപ് -0.01, 0യെക്കാട്ടിലും തൊട്ട് മുൻപായപ്പോ എന്തായിരുന്നു? 0യെക്കാട്ടിലും തൊട്ട് മുൻപായപ്പോ its value is -0.01 itself. നോക്കിക്കേ, എക്സിന് -0.01 ആണെങ്കിൽ വൈക്കും -0.01, എക്സിന് -1 ആണെങ്കിൽ വൈക്ക് -1, എക്സിന് -2 ആണെങ്കിൽ വൈക്കും -2. ബട്ട് എക്സ് 0 ആണെങ്കിൽ the value of y is 1. Check the graph. Check the existence of limit x tends to 0 f of x. കണ്ടാൽ തന്നെ അറിയാം. ചെക്ക് ചെയ്യണമെങ്കിൽ you have to use the equation limit x tends to 0 minus f of x and limit x tends to 0 plus f of x. And equation use ചെയ്യുക. This is the mixed question from chapter 2 and chapter 13. Limits and derivatives, relations and functions mix ചെയ്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്. So existence, limit exist ചെയ്യുന്നുണ്ടോ എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? You go for the left hand limit and you go for the right hand limit. If the left hand limit is equal to right hand limit, then the limit exists. 0യിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം 0യുടെ ലെഫ്റ്റിലോട്ടുള്ള ഒരു വാല്യൂ 0യുടെ റൈറ്റിലോട്ടുള്ള ഒരു വാല്യൂ അത് തമ്മിലൊരു ബന്ധവും ഇല്ല. 0യുടെ ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം 0യുടെ ലെഫ്റ്റിലോട്ട് ഈ ഒരു നമ്പർ, പിന്നെ 0യിൽ ഒറ്റ ചാട്ടാ. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവർ ഒറ്റ ഒരു നേരെ ഒരു പോക്കായിരുന്നെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിൽ നിന്നും അങ്ങനെ പറയായിരുന്നു. ലിമിറ്റ് 0യിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം 0യുടെ ലെഫ്റ്റിലോട്ടുള്ള വാല്യൂ 0യുടെ റൈറ്റിലോട്ടുള്ള വാല്യൂ രണ്ടാണ്. അല്ലെങ്കിൽ you have to use the equation for finding the limits of range. Yes, you have to use the equation for finding the limit value. പെട്ടെന്ന് കുറച്ച് 43 ക്വസ്റ്റ്യൻ ഉള്ളത് ശരിയാക്കി തരാം. ലാസ്റ്റിലോട്ട് കുറെ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ്. സോ നോക്കിക്കേ, ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് 0 മൈനസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? -1 ആവുമ്പോൾ -1, -0.1 ആവുമ്പോൾ -0.1. So it is x. Limit x tends to 0 minus x. f of x ന്റെ വാല്യൂ എന്താ? x ആ. നോക്കിക്കേ, 0യ്ക്ക് മുൻപ് എക്സിന് -1 കൊടുത്തപ്പോൾ വൈക്ക് -1 കിട്ടി. ആദ്യം ഈ ഗ്രാഫ് ഒന്ന് എഴുതാം കേട്ടോ. ഈ ഗ്രാഫ് എങ്ങനെ എഴുതുന്നത്? ഗ്രാഫിന്റെ ഇക്വേഷൻ എഴുതിക്കേ. എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്താ? 0യ്ക്ക് തൊട്ട് മുൻപ് വരെ -1 കൊടുത്താൽ -1, എക്സിന് -2 കൊടുത്താൽ -2, എക്സിന് -3 കൊടുത്താൽ y -3, എക്സിന് -4 കൊടുത്താൽ y is equal to -4. അതായത് 0യ്ക്ക് തൊട്ട് മുൻപ് വരെ എക്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും എക്സിന്റെ വാല്യൂ. ഇനി എക്സ് 0 ആണെങ്കിലോ? എക്സ് 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1. സോറി, യെസ്, എക്സ് 0 ആണെങ്കിൽ എക്സിന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ?
പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിലോ അന്നേരവും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇസ് 1. So x 0 ആണെങ്കിലും x greater than 0 ആണെങ്കിലും we have the value of f of x to be 1. ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഇക്വേഷൻ എഴുതുന്നേ? അഭിനവേ നോക്കിക്കേ. ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻ എഴുതുന്നത് സീറോയ്ക്ക് മുൻപ് എന്ന് പറയുന്നത് എക്സിന്, അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ വരയ്ക്കുക, എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുക. പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, സീറോ. മുമ്പ് ചെയ്ത പോലെ പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നെഗറ്റീവ് വാല്യൂസ് എന്ത് കൊടുത്താലും എഫ് ഓഫ് എക്സ് അത് തന്നെയായിരിക്കും. സീറോ കൊടുത്താൽ 1 കിട്ടും, പോസിറ്റീവ് വാല്യൂസ് കൊടുത്താലും 1 കിട്ടും, എന്ത് കൊടുത്താലും 1 കിട്ടും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എഴുതാമല്ലോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 minus f of x. So 0 minus എന്ന് പറയുന്നത് എന്താ? 0 minus means x is less than 0. x less than 0 ആണെങ്കിൽ എന്ത് വരും? Limit x tends to 0 minus x. x less than 0 ക്ക് f of x ന്റെ value is x. ഇനി x ന് 0 substitute ചെയ്താൽ you get 0. ഇനി right hand limit ഓ? Limit x tends to 0 plus f of x. So 0 plus എന്ന് പറഞ്ഞാൽ എന്താ? 0യെക്കാട്ടിലും കൂടുതൽ x tends to 0 plus f of x എത്രയായിരിക്കും? 0യെക്കാട്ടിലും കൂടുതലാണെങ്കിൽ f of x ന്റെ വാല്യൂ 1 which is 1. Yes, x ന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ x ഇല്ല, so 1. So left hand limit is not equal to right hand limit and hence limit does not exist at x is equal to 0. x is equal to 0 ൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1 ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, -1 ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 0യുടെ അവിടെയാണ് ബ്രേക്ക് വന്നത്. ഗ്രാഫ് നോക്കി നമുക്ക് പറയാം അല്ലേ, 0യുടെ അവിടെ ഒരു ജമ്പ് വന്നു, നേരെ 0 അവിടുന്ന് 1 ഒരു ചാട്ടം വന്നു. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് at x is equal to 0. Okay, next question. ഇത് സിമ്പിളാ. ഡൊമൈൻ കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യണം? x square minus x. The denominator should not be equal to 0. So r minus 3 and 2. 3 into this. 2 minus 3. So 2 minus 3. Okay. Yes. 2 minus 3 is -1. So എന്ത് സംഭവിക്കും? -2 3. r minus z minus 2 3. ഇത് സോൾവ് ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ -2 and 3 എന്ന് കിട്ടും. സോ -2 3 അല്ലാതെ ബാക്കി ഏത് റിയൽ വാല്യൂസും പോസിബിൾ ആണ്. ഡൊമൈൻ ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 3 f of x. ലിമിറ്റ് x tends to 3 f of x എന്ത് ചെയ്യണം? ലിമിറ്റ് x ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0/0 ഫോം ആണെങ്കിൽ 0. 3 minus 3 is 0. 3 square is 9. 9 minus 3 6. 6 minus 6 is 0. 0/0 form. 0/0 form ആയാൽ എന്ത് സംഭവിക്കും? We go for factorization. Factorize ചെയ്യുന്നത് എങ്ങനെയാ? x minus 3 by x square minus x minus 6 നെ എങ്ങനെ എഴുതാം? x minus 3 by factorize. Sum of roots, product of roots. x plus 2 into x minus 3. x is equal to 2 minus 2 and x is equal to 3 എന്നാണ് നമുക്ക് കിട്ടിയത്. x is equal to -2. ഡിനോമിനേറ്റർ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ x is equal to -2 എന്നും x is equal to 3 എന്നാണ് കിട്ടിയത്. ഇതിനർത്ഥം എന്താ? x minus 2 is equal to 0 or sorry x plus 2 is equal to 0 or ഞാനിത് എവിടെ എഴുതുന്നത്? x plus 2 is equal to 0 or x minus 3 is equal to 0. അതായത് 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുത്തു. x is equal to 3 എന്ന് പറഞ്ഞാൽ x minus 3 is equal to 0. അപ്പോൾ ഇങ്ങനെയാണ് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തത്. x minus 3 ക്യാൻസൽ, 1/x plus 2 എന്ന് കിട്ടും. സോ ലിമിറ്റ് x tends to 3 f of x is equal to ലിമിറ്റ് x tends to 3 1/x plus 2. x ന് 3 കൊടുത്തു and you get the final answer as 1/5. 3 plus 2 is 5. ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. Calculate the mean deviation about median. Mean deviation about median കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. Mean deviation about median ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 1/n into sigma I is equal to 1 to n for a continuous frequency distribution fi into modulus of xi minus m. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ n എന്താ? n is sigma fi, cumulative frequency. So continuous frequency distribution we should take the cumulative frequency എടുത്ത് അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് വേണം നമ്മുടെ ടേബിളിൽ? ക്ലാസ് ഉണ്ട്,
സർ സ്ലൈഡ്. ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് PPT-യിൽ. സോ ആ 2 ക്വസ്റ്റ്യന്റെയും ഇക്വേഷൻ ആൻഡ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ബാക്കിയൊക്കെ സമയമുള്ളതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് അപ്പം എന്തൊക്കെ വേണം ടേബിളില്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അപ്പൊ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് xi കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 0 to 10 ആണെങ്കിൽ 5 ആയിരിക്കും xi, മിഡിൽ വാല്യൂ ആയിരിക്കും xi. ദിസ് ഈസ് ഫ്രീക്വൻസി, ദിസ് ഈസ് fi. സിഗ്മ fi ക്ക് ഒരു കോളം വേണം, ഫോർ സിഗ്മ fi എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കുന്നത്. എന്നിട്ട് പിന്നെന്ത് വേണം? xi മൈനസ് എമ്മിന്റെ ഒരു കോളം വേണം, മോഡുലസ് ഓഫ് xi മൈനസ് എം, fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം. ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ വേണോ അതിന്റെ എല്ലാത്തിന്റെയും കോളം നമുക്ക് വേണം. ഓക്കെ, xi മൈനസ് എം, മോഡുലസ് ഓഫ് xi മൈനസ് എം വേണം, പിന്നെ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം വേണം. ഇതിന്റെ സമ്മിനെ ഇതെല്ലാം കൂടെ സം ചെയ്ത് വരുന്ന ലാസ്റ്റ് വാല്യൂവിനെ സിഗ്മ fi, എന്താ സിഗ്മ fi, ഇതും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇനി മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ആൻ ഇക്വേഷൻ L plus n/2 minus c divided by f into h. L എന്താ? L എന്ന് പറയുന്നത് നമ്മുടെ n/2, n എന്താ? n is sigma fi ആണ് n. സോ ഫ്രീക്വൻസീസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ആഡ് ചെയ്ത് 6 plus 7 6 12 13 28 യെസ് 13 കഴിഞ്ഞാൽ 28 അല്ലേ, 28 38 44 46 50. യെസ്, n എന്നുള്ളത് സിഗ്മ fi എന്നുള്ളത് 50 കിട്ടും. സോ n/2 is 25, n/2 is 25. അപ്പൊ 25 ആണ് n/2 എങ്കിൽ n/2 25 ആണെങ്കിൽ 25 ഏത് റേഞ്ചിലാണ് വരുന്നത്? 20 to 30 റേഞ്ചിലാണ്. പ്രോബ്ലം ചേച്ചിപ്പോൾ പഠിപ്പിച്ചത് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യെസ്, 20 to 30 റേഞ്ചിലാണ് വരുന്നത്. സോ അതിന്റെ ലോവർ ലിമിറ്റ് ഈസ്, ഇതാണ് ലോവർ ലിമിറ്റ് 20 ആണ്. ആൻഡ് h is the class frequency width, 0 to 10, 10 to 20, 20 to 30, 30 to 40, അങ്ങനെ 10. ഈ വേരിയേഷൻ ആണ് h. ഫ്രീക്വൻസി ഏതാണ്? ഈ ഒരു റേഞ്ചിന്റെ ഫ്രീക്വൻസി അതെത്രയാ? 15 വരും. 15 is the frequency. പിന്നെ സി എന്ന് പറഞ്ഞാൽ ടേബിൾ വരച്ചാൽ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതിന് തൊട്ട് മുൻപുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ 20 to 30 എന്ന് പറഞ്ഞ റേഞ്ചിൽ കിടക്കുന്ന ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലത്തെ വാല്യൂ ആണ് സി. അത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നാൽ ടേബിൾ ഫുള്ള് വരയ്ക്കാൻ നമുക്ക് സമയമില്ല. സോ യൂസ് ദിസ് ഇക്വേഷൻ, ഫൈൻഡ് ദ മീഡിയൻ, ആൻഡ് for finding the mean deviation about median you have 1/n into sigma is equal to 1 to n fi into modulus of xi minus m എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് വൃത്തിക്ക് പഠിച്ചിട്ട് എക്സാമിന് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 120 degree with the positive direction of x axis. ഇത് ഇന്നലെ ചെയ്ത പ്രോബ്ലമാ. ഐ തിങ്ക് -√3 is the answer. 120 degree എന്ന് പറഞ്ഞാൽ എത്രയാ? 90 plus 30. So slope is tan of 90 plus 30. ഇത് സോൾവ് ചെയ്യുക, you will get the answer. Tan of 90 plus 30 is the slope. ഇത് സോൾവ് ചെയ്താൽ you will get the answer. Find the equation of a line passing through the point and perpendicular to the line through the points. ഇതും ഇന്നലെ ചെയ്തതാ. യെസ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പിന്നെന്താ 25നെ -36നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 25 -36 കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ലൈൻ പാസസ് ത്രൂ -35, അതും തന്നിട്ടുണ്ട്. സോ എന്താണ്? when two lines are perpendicular, product of their slopes is equal to -1. അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് വണ്ണിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെക്കൻഡ് വണ്ണിന്റെ സ്ലോപ്പ് കിട്ടും, ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടും. സോ ഒരു പോയിന്റ് കൊണ്ട് സ്ലോപ്പ് കൊണ്ട് യൂസിംഗ് ദി ഇക്വേഷൻ പോയിന്റ് സ്ലോപ്പ് ഫോം m is equal to y minus y naught by x minus x naught ചെയ്യുമ്പോൾ you will get the equation for this line. ഇന്നലെ ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, ഇതും ഇന്നലെ ചെയ്ത പ്രോബ്ലം ആണ്. യെസ്, റാൻഡം ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അറിയാൻ. സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞത് കോണി സെക്ഷനിൽ നിന്നാണ്. സോ എലിപ്സിന്റെ ഒരു പ്രോബ്ലം ആണ്. x square by a square plus y square by b square is equal to 1. So a is 5, b is 4, automatically c will be equal to 3, which is the foci.
അപ്പം എസും എസ് ബാറും 2 പോയിന്റ് ആണ് ഫോക്കൈ. ഇത് ഇന്നലെ ചെയ്ത പ്രോബ്ലം, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ. പി എസും പി എസ് ഡാഷും കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു. എലിപ്സിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എലിപ്സിനെ വെച്ചിട്ടാണ് പലതവണ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എലിപ്സും സർക്കിളും എനിക്കൊന്ന് ഹൈപ്പർബോള ആൻഡ് പരാബോള അത്ര ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ വന്നിട്ട് കണ്ടു പല വാല്യൂസ്, എക്സെൻട്രിസിറ്റി, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. സോ അതിന്റെ ഇക്വേഷൻസ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് നോക്കിക്കേ, ഇത് 2 ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തതാ. മിക്സ് അല്ല, സെപ്പറേറ്റ് ആണ്, ബട്ട് പ്ലേയിങ് കാർഡ്സിന്റെ തന്നെയാണ്. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards from a pack of 52 playing cards. അപ്പോൾ 52 playing cards നിന്ന് 4 cards ചൂസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് ആണ്, നോട്ട് ദ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ചോദിച്ചാൽ മാത്രം പ്രോബബിലിറ്റി എഴുതുക. നമ്പർ ഓഫ് വേസ് ആണ് ചോദിച്ചത്. സോ ഔട്ട് ഓഫ് 52, 4 cards can be chosen in 52C4 ways. കോമ്പിനേഷൻ ആണ് 52C4 ways ചൂസ് ചെയ്യാം. ഇനി how many of these are 4 cards of same suits? ഇത് ചെയ്യിപ്പിച്ച സെയിം സ്യൂട്ടിൽ എത്ര കാർഡ് ഉണ്ട്? സോ സെയിം സ്യൂട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സ്യൂട്ടില് 13 കാർഡ് ഉണ്ട്. ചെയ്യണോ? ഈ പ്രോബ്ലം ചെയ്യണോ? ഇത് ചെയ്തതാ ക്ലാസ്സിൽ ഓൾറെഡി. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യണം? ഹൗ മെനി ഓഫ് ദീസ് ആർ 4 cards of same suits? സെയിം സ്യൂട്ട്, ഒരു സ്യൂട്ടിൽ 13 കാർഡ് ഉണ്ട്, അതിലെ 4 കാർഡ് ആകാം. സോ ഫസ്റ്റ് സ്യൂട്ട് ക്ലബ്സിന്നാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ സ്പേഡ്സിലെ 13 4 അല്ലെങ്കിൽ ഹാർട്സിലെ 13 4 അല്ലെങ്കിൽ ഡയമണ്ട്സിലെ 13 4. ഇനി ബിലോങ് ടു ഡിഫറെന്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്ന് ഓരോന്ന്, 13 ക്ലബ്സ് എന്ന് പറയണം, ആൻഡ് 13 സ്പേഡ്സ് എന്ന് പറയണം, ആൻഡ് 13 ഹാർട്സ് എന്ന് പറയണം, ആൻഡ് 13 ഡയമണ്ട്സ് എന്ന് പറയണം. ഇൻറ്റു വരും 13C1 into 13C1 into. അങ്ങനെ 2 cards are red cards and 2 are black. 26C2 into 26C2. Out of 26 red cards, 2 red cards. 26 black cards, 2 black cards. 26C2 into 26C2. Into വരാൻ കാരണം 2 അവിടുന്ന് വേണം, 2 ഇവിടുന്ന് വേണം. And for into, ഓറിന് പ്ലസ്. Now next one, okay, find the probability that when a hand of 7 cards is drawn from a well shuffled deck of 52 cards, it contains all kings, 3 kings, at least 3 kings. So ഈ പ്രോബ്ലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ആണ്. പ്രോബബിലിറ്റി, we have to find the probability, but we use combination to find the probability. കാരണം എന്താ? 52 cards നിന്ന് 7 cards എടുത്തു. ആ 7 cardsൽ എത്ര കിങ് ഉണ്ട്? എത്ര അറ്റ്ലീസ്റ്റ് 3 കിങ്, ലൈക് 3 കിങ്സ് എത്ര എണ്ണം ഉണ്ട്? എല്ലാം കിങ് ആണുള്ള പ്രോബിലിറ്റി എത്ര ഉണ്ട്? സോ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ, ഓൾറെഡി 52 സെലക്ട് ചെയ്തു 7 എണ്ണം, പിന്നെ ആ 7 നിന്ന് ഒരു സെലക്ഷൻ വന്നു. ഒരു സെലക്ഷനിൽ നിന്ന് പിന്നെ സെലക്ഷൻ വരുമ്പോൾ വി ഗോ ഫോർ കോമ്പിനേഷൻ. ഇതും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തവണ സെലക്ട് ചെയ്തു, അതിൽ നിന്നും പിന്നെ സെലക്ട് ചെയ്താൽ വി ഗോ ഫോർ കോമ്പിനേഷൻ. 7 out of 52 cards we selected 7 cards. ആ 7 cardsൽ all kings ആണുള്ള പ്രോബബിലിറ്റി, ആ 7 cardsൽ 3 kings ആണുള്ള പ്രോബബിലിറ്റി, ആ 7 cardsൽ അറ്റ്ലീസ്റ്റ് 3 kings ആണുള്ള പ്രോബബിലിറ്റി. സോ വി ഗോ ഫോർ കോമ്പിനേഷൻ ഹിയർ. ഈ പ്രോബ്ലം ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. Which of the following points lie on y-z plane? y-z plane ഉള്ള പ്രത്യേകത എന്താ? x coordinate is 0. y-z plane ആണെങ്കിൽ x coordinate is 0. So 0, 1, 2 lies in y-z plane. Now consider a point 4, 8, 10 in space. ഇനി സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ് 4, 8, 10. Find the distance from xy plane. xy plane എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? xy plane എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് z ആയിരിക്കും. ഇത് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആനിമേഷൻ ഒക്കെ വെച്ച് കാണിച്ചതാണ്. xy plane എന്നുള്ള ഡിസ്റ്റൻസ് ഈസ് z, which is 10. 4, 8, 10. xy plane എന്നുള്ള ഡിസ്റ്റൻസ് z ആയിരിക്കും. ഇനി x ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. x ആക്സിസ് ആണെങ്കിൽ റൂട്ട് ഓഫ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോമിലെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. x ആക്സിസ് ആണെങ്കിൽ റൂട്ട് ഓഫ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആയിരിക്കും ഡിസ്റ്റൻസ്. റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. സോൾവ് ദിസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇതും ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. Next one, common ratio of a geometric progression is -1. Which of the following be the sum of first 20 terms? So common ratio -1 ആണ്. -1 is less than 1 ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സം ടു 20 terms. n-ന് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a into 1 minus r raised to n. n is 20 divided by 1 minus r. Substitute ചെയ്യുക, സോൾവ് ചെയ്യുക. I think you get the answer as 0. 0 is answer.
Okay, inside 4 numbers between, ഇതിന്റെ equation എന്താണ്? B is equal to A into R raised to n plus 1, where B is the last term, which is 486, A is the first term, 2, and we have to insert 4 numbers, so n is equal to 4. Substitute ചെയ്യുക, find the value of R. First term is 2, second term is 2 into R, third term is 2 into R square, fourth term is 2 into R cube, fifth term is 2 into R raised to 4, sixth term is 486. Between 2 and 486, you inserted 4 numbers. So total we have 6 numbers. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ geometric progression. R ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും ഇന്നലെ ചെയ്ത പ്രോബ്ലം ആണ്. In a class of 60 students, 30 opted for NCC, 32 opted for NSS, 24 opted for both NCC and NSS. If one of these students is selected at random, find the probability. So probability ആണെങ്കിൽ out of 60. Out of total 30 opted for NCC by 2. 30 by 16 തന്നെ ഇരിക്കട്ടെ, പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന്. Now 32 opted for NSS. Out of 60, 32 opted for NSS. So the probability of students who opted NSS is equal to number of favorable outcomes 32 divided by total number of outcomes 60. Okay, എണ്ണമാണ് തന്നിരിക്കുന്നത്. We have to find the probability. Both NCC and NSS intersection എത്രയാ? 24 divided by 60 will be the probability. Number ആണ് തന്നിരിക്കുന്നത്. Number of favorable outcomes divided by total number of outcomes, total is 60, will give us the probability. ഇനി student opted for NCC or NSS കണ്ടുപിടിക്കാലോ. യൂണിയൻ, neither NCC nor NSS. intersection, എന്താണ് intersection? NCC complement intersection NSS complement. കാരണം രണ്ടും അല്ല, not NCC and not NSS. So intersection, complement in intersection. Opted NSS but not NCC. NCC complement intersection NSS. അതും ചെയ്യാലോ, ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോബ്ലം. ഓക്കെ ഫൈൻ. യെസ്, ഫോക്കി ഓഫ് ആൻ എലിപ്സ്, ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഓടിച്ച് പറയണോ? ഫോക്കി ഓഫ് ദ എലിപ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. ഫോക്കി തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് √12 0, പ്ലസ് ഓർ മൈനസ് √12 0. ഫോക്കൈ തന്നിട്ടുണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട് എലിപ്സിന്റെ ഫോക്കസ്. ആൻഡ് വേർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 4 0. സെന്റർ എന്തായിരിക്കും? ഒറിജിൻ ആയിരിക്കും, 0 0 ആയിരിക്കും. സർക്കിൾ passes through the points A, B and C. Find the equation of the circle. So circle the equation നമുക്കറിയാം, x minus h the whole square plus y minus k the whole square is equal to r square ആണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം സർക്കിള് എയിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ which means എന്താണ്? -4 0. So x ന്റെ സ്ഥാനത്ത് -4ഉം y-യുടെ സ്ഥാനത്ത് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ബിയിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? x ന്റെ സ്ഥാനത്ത് 4ഉം y-യുടെ സ്ഥാനത്ത് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ that point satisfies the equation. C കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിയുടെ കോർഡിനേറ്റ്സ് അറിയണം. സിയുടെ കോർഡിനേറ്റ്സ് അറിയുന്നത് എങ്ങനെയാണ്? ഫോർ an ellipse, if A and C is given, you can easily find the coordinates of B. എന്താണ് ഫോർ an ellipse? A square is equal to B square plus C square. A യുടെ വാല്യൂ ആണ് എത്ര? 4. B യുടെ വാല്യൂ കണ്ടുപിടിക്കണം. C യുടെ വാല്യൂ എത്രയാ? √12 square is 12, which implies B is equal to √4 square is 16 minus 12, √4 which is 2. അപ്പം y ആക്സിസ് കിടക്കുന്നുണ്ട് എന്ത് വരും? y ആക്സിസ് കിടക്കുന്നുണ്ട് ഇതിന്റെ കോർഡിനേറ്റ് 0 - 2 എന്ന് വരും. കാരണം x കോർഡിനേറ്റ് is 0 and y കോർഡിനേറ്റ് താഴോട്ടായതുകൊണ്ട് -2 എന്ന് വരും. ഇവിടെ +2 വരും, 0, +2. അപ്പൊ 0, -2 കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 0, -2 കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ which means 0 minus h the whole square plus -2 minus k whole square is equal to r square. 0 കൂടെ പാസ് ചെയ്ത് 0 - 2 കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് 0യും y-യുടെ സ്ഥാനത്ത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ 3 ഇക്വേഷൻ കിട്ടി, സോൾവ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, എന്താണ്? the value of h is, സെന്റർ എവിടെയായിരിക്കും? സർക്കിളിന്റെ സെന്റർ എവിടെയായിരിക്കും? ഈ y ആക്സിസിൽ കൂടെ അല്ലേ പാസ് ചെയ്യുന്നത് സർക്കിളിന്റെ സെന്റർ.
സോ പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഈസ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും, y എന്ന് പറയുന്നത് k ആയിരിക്കും. കാരണം ഈ സെന്റർ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഇക്വേഷൻ വൈസ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എച്ചിന്റെ വാല്യൂ 0 എന്ന് തന്നെ കിട്ടും. 3 ഇക്വേഷൻ 3 അൺനോൺ സോൾവ് ചെയ്യുക. റൈറ്റ് ദ ഇക്വേഷൻ x minus h the whole square plus y minus k the whole square is equal to r square. h സോൾവ് ചെയ്യുക, h കിട്ടും, k കിട്ടും, r കിട്ടും and substitute and write the equation. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ഇത് quotient rule. Apply quotient rule. u by v whole dash is equal to second into derivative of first minus first into derivative of second divided by second square. Yes, division ആണ്. So use quotient rule. Find the derivative. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ first of all you have to open the bracket. x cube plus 2x square plus x ആവും. ഈ ഇക്വേഷന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x cube plus 2x square plus x ആവും. എന്നിട്ട് n into a raised to n minus 1. ആ ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. പോളിനോമിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം എക്സ് പവർ എഴുതുക, ഒരു പവർ കുറച്ച് എഴുതുക, കോൺസ്റ്റന്റ് പുറത്തെഴുതി പവർ എഴുതുക, ഒരു പവർ കുറച്ച് എഴുതുക. യെസ്, ഒരു പവർ കുറച്ച് എഴുതുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 എന്ന് കിട്ടും. സിമ്പിൾ. ഇതിലെന്ത് ചെയ്യണം? ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഇതിൽ ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിലും ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0/0 ഫോം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യുക. ഇതിൽ കണ്ടാലേ അറിയാം. x raised to 5 minus 32 by x cube minus 8. എന്ത് ചെയ്യണം? x minus 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. To make it in the form of limit x tends to a x raised to n minus. To make it in the form limit x tends to a x raised to n minus a raised to n divided by x minus a, which is n into a raised to n minus 1. ഈ ഫോമിൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? x raised to 5 minus 32 x cube minus 8 നും എന്ത് ചെയ്യണം? x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ sin 4x by x. sin x by x ന്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് x tends to 0 sin x by x 1 ആണ്. സോ 4 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. ഈ ടൈപ്പ് പ്രോബ്ലം ഇഷ്ടംപോലെ തലവലിക്ക് ക്ലാസ് ചെയ്യിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് ഓഫ് sin x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ? ലിമിറ്റ് x tends to a f of a plus h അല്ലെങ്കിൽ f of x plus h minus f of x divided by h. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലിമിറ്റ് h tends to 0. ഇതാണ് ഇക്വേഷൻ. ഡെറിവേറ്റീവ് ഓഫ് sin x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by x. സോ ഇതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് sin x ൽ എക്സിന്റെ സ്ഥാനത്ത് x plus h ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും ക്ലാസ് ചെയ്തിട്ടുണ്ട്. sin c minus sin d എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് എഴുതി വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin c minus sin d എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ് വൺ dy by dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? quotient rule അപ്ലൈ ചെയ്യണം. y is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ for dy by dx use quotient rule. This one also, ഇതെല്ലാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നലെയും ചെയ്യിപ്പിച്ചതാണ് ഈ രണ്ട് പ്രോബ്ലം x square plus 2 and root x. എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കണ്ട ഇക്വേഷൻ ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുക. യെസ്, ഈ പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. Find the number of different 8 letter arrangement that can be made from the letters of the word daughter so that vowels occur together. വവൽസ് ഏതൊക്കെ ഇതിനകത്തെ? എ, യു ആൻഡ് ഇ. ഇവരെ ഒറ്റ എലമെന്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് പെർമ്യൂട്ടേഷൻ എഴുതുക. നെക്സ്റ്റ് വൺ, ഇംഗ്ലീഷ് ആൽഫബറ്റ് ഹാസ് 5 vowels and 21 consonants. 5 vowels and 21 consonants. How many 4-letter words with 2 different vowels and 2 different consonants can be formed without repetition of letters? അപ്പോൾ 5 vowelsഉം 21 കൺസണൻസും ഉണ്ടെന്ന് നമുക്കറിയാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സിൽ 5 vowels A E I O U and 21 കൺസണൻസ് ഉണ്ട്. B C D ബാക്കിയുള്ള സാധനങ്ങളാണ് കൺസണൻസ്. ഹൗ മെനി 4-letter വേർഡ്സ് ആണ് നമുക്ക് വേണ്ടത്? എത്ര എണ്ണം ഫോം ചെയ്യാം? With 2 different vowels. So 2 different vowels എന്ന് പറഞ്ഞാൽ എന്താ? Out of 5 2. It's combination. Out of 5 we have to take 2 vowels and out of 21 consonants we have to take
2 different consonants. So out of 5 vowels we have to take 2 vowels and out of 21 consonants we have to take 2 consonants. ഇങ്ങനെ ചെയ്യുമ്പോൾ we get a number. ഇത് സോൾവ് ചെയ്യുമ്പോൾ we get a number. ഇനി എത്ര വേർഡ്സ് ആ വേണ്ടേ? എത്ര ലെറ്റർ വേർഡ്സ് ആ വേണ്ടേ? 4 ലെറ്റർ വേർഡ്സ് ആ വേണ്ടേ അല്ലേ? സോ 5C2 into 21C2 ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഔട്ട് ഓഫ് 5 vowels 2 vowels എടുക്കാം. ഔട്ട് ഓഫ് 21 consonants 2 different consonants എടുക്കാം. സോ ഇത്രയും കോമ്പിനേഷൻ ഉണ്ട്. ഈ ഇത്രയും കോമ്പിനേഷനിൽ നമുക്ക് വേണ്ടത് എന്താ? 4 places fill ചെയ്യണം വിതൗട്ട് റെപ്പറ്റീഷൻ. വിതൗട്ട് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ ആർക്കൊക്കെ വരാം? ഫസ്റ്റ് പ്ലേസിൽ ഈ 4 ലെറ്റേഴ്സിൽ ആർക്ക് വേണേ വരാം. സെക്കൻഡ് പ്ലേസിൽ 3 പേർക്കേ വരത്തുള്ളൂ. വിതൗട്ട് റെപ്പറ്റീഷൻ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് പ്ലേസിൽ 3 പേർക്കേ വരാൻ പറ്റുള്ളൂ. തേർഡ് പ്ലേസിൽ 2 പേർക്കേ വരാൻ പറ്റുള്ളൂ. ഫോർത്ത് പ്ലേസിൽ ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. 4 into 3 into 2 into 1 4 factorial. സോ ഇത്രയും പോസിബിലിറ്റീസ് 5C2 into 21C2 പോസിബിലിറ്റീസിൽ 4 പ്ലേസസ് ഒക്കുപ്പൈ ചെയ്യണം വിതൗട്ട് റെപ്പറ്റീഷൻ ആണെങ്കിൽ 4 into 3 into 2 into 1. ക്ലിയർ? ഓക്കെ ഫൈൻ. The mean, variance and standard deviation equation പഠിക്കുക. മീൻ എന്താ? x bar is equal to sigma xi fi divided by sigma fi. Mean. Variance in equation എന്താ? Sigma square is equal to 1 by n into sigma I is equal to 1 to n xi minus x bar the whole square. ഇതാണ് variance in equation. And standard deviation ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഈ ഇക്വേഷൻ പഠിക്കുക. മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കുന്നതായിരിക്കും. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. xi എങ്ങനെ എടുക്കുന്നേ? 35, 45, 55, 65, 75, 85, 95 ഇതായിരിക്കും xi. xi fi by fi. എന്നിട്ട് x bar കണ്ടുപിടിക്കുക. ടേബിളിൽ എന്തൊക്കെ കാണണം? xi കാണണം, fi കാണണം, x bar കാണണം, xi minus x bar കാണണം, xi minus x bar the whole square കാണണം. എന്നിട്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. You get variance and standard deviation is the square root of variance. Figure shows the graph of the function. Semicircle centered at the origin. നോക്കിക്കേ, സെമിസർക്കിൾ ആണ് തന്നിരിക്കുന്നത്. സെമിസർക്കിൾ. Find the domain and range of f of x. Domain എന്താ? Domain is the possible values of x. x എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? -4 തൊട്ട് +4 വരെ ഉണ്ട്. ഇൻക്ലൂഡിംഗ് -4 and +4 x ഉണ്ട്. y എവിടം തൊട്ടുണ്ട്? 0 തൊട്ട് 4 വരെ ഉണ്ട്. ഇൻക്ലൂഡിംഗ് 0 and 4. ഡൊമൈൻ x വാല്യൂ, റേഞ്ച് y വാല്യൂ. ഡൊമൈൻ എവിടെ തൊട്ടാ? -4 തൊട്ട് +4 വരെ ഇൻക്ലൂഡിംഗ് -4 and +4. റേഞ്ച് എത്രയാ? -4ലും +4ലും വാല്യൂ എത്രയാ? f of x ന്റെ 0. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്കാണ് 4 വരുന്നത്. സോ 0 തൊട്ട് 4 വരെ ഉണ്ട് ഇൻക്ലൂഡിംഗ് 0 and 4. റേഞ്ച് f of x. Okay. Define the function f of x. So f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ we have to find 38. Yes. ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ we have to find the equation for f of x. നമുക്ക് എപ്പോഴും എങ്ങനെയാ? f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലേ? x ലുള്ള ഒരു ഇക്വേഷൻ ആണ് f of x അല്ലേ? ഫംഗ്ഷൻ ഓഫ് x എന്ന് പറഞ്ഞ f of x എന്ന് പറഞ്ഞാൽ f ലുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ നമുക്ക് സെമി സർക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സെന്റർഡ് അറ്റ് ദി ഒറിജിൻ. ഒറിജിൻ ഈസ് 0, 0. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം. എന്താ? x minus h the whole square plus y minus k the whole square is equal to r square. ഇതറിയാലോ? സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്. നമുക്ക് തന്നിരിക്കുന്നത് സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ പറഞ്ഞേ? സെന്റർഡ് അറ്റ് ദി ഒറിജിൻ. ഒറിജിനിൽ സെന്റർഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? അല്ലേ? സെന്റർ ഒറിജിൻ ആണെങ്കിൽ എച്ച് കെ വിൽ ബി 0. അപ്പൊ എന്താവും? ഇപ്പൊ ചെയ്യുന്നത് സർക്കിളിന്റെ ആണ്, സെമി സർക്കിളിന്റെ അല്ല. x² + y² = r² ആവും. ഇനി റേഡിയസോ 0 തൊട്ട് -4 വരെ, 0 തൊട്ട് +4 വരെ. റേഡിയസ് എത്രയാ? 4. x² + y² = 4. f of x എന്ന് പറഞ്ഞ എന്താ? is an equation in y. അല്ലേ?
എക്സ് എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും എന്താ നമ്മുടെ റേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? വൈ കണ്ടുപിടിക്കണം. വൈ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 4 സ്ക്വയർ ഉണ്ട് കേട്ടോ. 4 സ്ക്വയർ r is 4 so 4 square root of 4 square minus x square plus or minus root of 4 square minus x square. Y square x square plus y square is equal to 4 square in എന്ത് ചെയ്തു? y is equal to root of x square നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ 4 square minus x square ആയി. y is equal to root of 4 square minus x square which is equal to plus or minus root of 16 minus x square അല്ലേ? 4 square എന്ന് പറയുന്നത് 16 ആണ്. 16 minus x. ഇനി എന്താ പ്ലസ് ഓർ മൈനസ്? y എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ y ആക്സിസ് ആണല്ലേ? y ആക്സിസ് ആണ് y അല്ലേ? y ആക്സിസ് ആണ് y. സോ പ്ലസ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഇതിന് മുകളിലോട്ട്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴോട്ട് അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴോട്ട്. സോ നമുക്ക് എങ്ങോട്ടാ ഉള്ളത്? മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. താഴോട്ടുണ്ടോ? സർക്കിളിന്റെ മുകളിലത്തെ പോസിറ്റീവ് ഹാഫ് മാത്രമേ ഉള്ളൂ. സർക്കിളിന്റെ നെഗറ്റീവ് ഹാഫ് ഉണ്ടോ? ഇല്ല. പോസിറ്റീവ് ഹാഫ് മാത്രം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? Therefore equation is y is equal to plus root of 16 minus x square. This is the equation of the semicircle. Plus or minus root of 16 minus x square ആണ്. നെഗറ്റീവ് സൈഡ് ഇല്ല, മൈനസ് ഇല്ല. സോ പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് root of 16 minus x square. Okay. Foci of an ellipse. ഇത് സിമ്പിളാ. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഫോക്കസ് തന്നിട്ടുണ്ട്, വെർട്ടെക്സ് തന്നിട്ടുണ്ട്. Find b and equation of the ellipse. Write the equation of a circle with center 0k and radius r. X minus h the whole square plus y minus k the whole square is equal to r square ആണ് equation. Center is 0k. So x square plus y minus k the whole square is equal to r square. ഇതാണ് സർക്കിളിന്റെ equation. 0k ആണ് center. So h ന് 0 കൊടുത്തു. That's it. Next question. Limit value. ഇതിന് എന്ത് ചെയ്യണം? Limit x tends to 0 കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് വരും? x tends to 0 മൈനസ് 0 കൊടുത്തപ്പോൾ 3 വന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റോ 3 into 0 plus 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ equal to 3. Left hand limit is equal to 3 and right hand limit is equal to 3. Limit value is 3. Substituted. Committee of 2 persons. ഇത് ഇന്നലെ ചെയ്തതാ. 2 persons is selected from 2 men and 2 women. Out of 4, 2 are selected. What is the probability? So selection പിന്നെ selection നടന്നു കഴിഞ്ഞാൽ you go for combination. Out of 4, 2 are selected. So from this total, no man. No man means the committee contains 2 men. 2 from 2. Second one, 1 man. 1 from man's side, 1 from woman's side. This one. ഇന്നലെ ചെയ്തതാ. Third one, 2 men. 2 വുമനിൽ 2 പേരെ സെലക്ട് ചെയ്തു ഔട്ട് ഓഫ് 4 C2. ഇത് ഇന്നലെ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ആൻഡ് that is the end of our 41 questions from our 14 chapters. So 14 ചാപ്റ്ററിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡിൽ പോയതിന്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ പലതവണ ചെയ്യിപ്പിച്ചു, ഇന്നലത്തെ മിനിങ്ങാനത്തെ മാരത്തോണിലായിട്ട് പലതവണ ചെയ്യിപ്പിച്ചു. സോ ചെയ്ത സാധനം തന്നെ പിന്നെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് സ്പീഡിൽ പോയത്. ആൻഡ് യു ആർ ഫെമിലിയർ വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ്. ഈ ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് എനിക്ക് ഒന്നോ രണ്ടോ എണ്ണം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും നമ്മുടെ മാരത്തോണിലും മോഡലിനും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ 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 41 ക്വസ്റ്റ്യൻ എടുത്തു. യെസ് എടുത്തു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കാണുന്ന ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം ആൻഡ് ഡു ദി ബെസ്റ്റ്. ഓക്കെ, ഐ നോ ദാറ്റ് യു വിൽ ഡു ദാറ്റ്. പിന്നെ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട് വൈകിട്ട് 7 മണിക്ക്. ആൻഡ് അത് ലൈവ് അല്ല, യൂട്യൂബ് ലൈവ് അല്ല. സോ ദിസ് ഇസ് അവർ ലാസ്റ്റ് യൂട്യൂബ് ലൈവ്. സോ നാളെ എക്സാമിന്റെ തലേദിവസമാണ്. യെസ്, നാളെ എക്സാമിന്റെ തലേദിവസമാണ്. ആൻഡ് നാളെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. നാളത്തെ ക്ലാസ്സിൽ കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. സോ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധമായിട്ട് കയറുക. 7 മണിക്കായിരിക്കും. പെട്ടെന്ന് വിട്ടേക്കാം. ഞാൻ ടൈം ടേബിൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു എക്സാമിന്റെ തലേദിവസം ക്ലാസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ നിങ്ങളോട്, നിങ്ങൾ പഠിച്ചോളാം. സോ ഞാൻ ടൈം ടേബിൾ ഇട്ടപ്പം എക്സാമിന്റെ തലേദിവസം ഇട്ടില്ല. ബട്ട് എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, എക്സാമിന്റെ തലേദിവസം ഏതായാലും നമ്മൾ ക്ലാസ് വെക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ റൂൾ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നാളെ നമുക്ക് ക്ലാസ് വെച്ചത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വി ഹാവ് ഡിസ്കസ്ഡ്. നാളെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് എക്സാം ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ദാറ്റ് വോണ്ട് ബി ലൈവ്. നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യില്ല. ഒന്നെങ്കിൽ ചിലപ്പം എന്താ എക്സാം ആയിട്ട് വല്ല ഇടണോ, കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു റിട്ടേൺ എക്സാം ആയിട്ട് അങ്ങനെ ഇട്ട് എഴുതുവോ? വേണ്ട, നല്ല ചിരിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു മെയിൻ. നമ്മൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു, അതിനകത്ത് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു.
അതേ പ്രോബ്ലംസ് തന്നെ, ആ ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പലതും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇന്ന് പലതും ഡിസ്കസ് ചെയ്യാതെ പോയത്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്താണ്, ക്ലാസ് ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. സോ എന്ത് ചെയ്യാ, ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ദിവസം കൂടെ ഉണ്ട്. യെസ്, ഒരു ദിവസം കൂടെ ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. ഡു യുവർ ബെസ്റ്റ്, ഗീവ് യുവർ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കാരണം ഇതിന്റെ മാർക്ക് +2 മാർക്കിനോട് ആഡ് ചെയ്യുന്നതാണ്. സോ ഡു വെൽ. ഇപ്പൊ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടും വാട്സപ്പിൽ നോക്കാം. ഇൻ ദ സെൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടില്ല, ക്വസ്റ്റ്യൻസ് ആയിട്ട് അയക്കാം. കാരണം ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയുള്ളൂ, സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പറിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും 2018 തൊട്ടുള്ള 2016 തൊട്ടുള്ള ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇടാൻ ഞാൻ നോക്കട്ടെ കേട്ടോ, ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഓക്കെ, നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇന്ന് പഠിക്കുക. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റും. സോ എന്ത് ചെയ്യാ, ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. നല്ല ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ.